الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين الدنيا دار من لا دار له ومال من لا مال له ولها يجمع من لا عقل له صدق شفيعنا رسول الله صلى الله عليه وسلم يا من يعانق دنيا لا بقاء لها يمسي ويصبح مغرورا وغرارا هلا تركت من الدنيا معانقة حتى تعانق في الفردوس أبكارا إن كنت تبغي جنان الخلد تسكنها فينبغي لك ألا تأمن النار مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സമാദരണീയരായ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 18-19 സൂക്തങ്ങളാണ് നാം ഇവിടെ ഓതി വച്ചത്. ഈ ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാത്ര പ്രസക്തമായ ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ പണ്ഡിതർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തുകളുടെ പുലർച്ചയും അതിൻ്റെ ആശയ സൗന്ദര്യവും ഇവിടെ ജീവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും
എളുപ്പത്തിൽ മനസ്സിലാകും വിധമാണ് മനുഷ്യരുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസിക്ക് ഭൗതിക ലോകം, ഇഹലോകം അത് കൃഷിലോകമാണ്. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ തരണം ചെയ്ത് ഉള്ള സുഖസൗകര്യങ്ങളിലായി ശാശ്വത ലോകത്തേക്കുള്ള സമ്പാദ്യം ഒരുക്കുന്ന ഹ്രസ്വകാല ജീവിതത്തിന്റെ ഇടം. അങ്ങനെയാണ് ഒരു മുഅ്മിൻ, യഥാർത്ഥ മുസ്ലിം ഈ ലോകത്തെ കാണേണ്ടത്. അല്ല എങ്കിൽ ഈ ലോകത്തെ അധികമായി പ്രേമിക്കുകയും പ്രണയിക്കുകയും ചെയ്ത് മനസ്സിന്റെ മോഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടതും വേണ്ടാത്തതുമായ വിഷയങ്ങൾ സമ്പാദിച്ച് സംഭരിച്ച് അവസാനം പോയി കിടക്കേണ്ടത് യസ്ലാഹ ജഹന്നം, ജഹന്നമിൽ അവൻ പ്രവേശിക്കും എന്ന് പറഞ്ഞ ഹതഭാഗ്യരിൽ പെട്ടുപോകും. അതുണ്ടാകാതിരിക്കാൻ ഈ ലോകത്ത് ജീവിക്കുന്ന വിശ്വാസികൾ ചെറിയ അധ്വാനമൊന്നും അധ്വാനിച്ചാൽ പോരാ എന്നാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അധ്വാനിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്, പക്ഷേ ഫലപ്രദമായി അത് ഉപയോഗപ്പെടുത്താനുള്ള ത്യാഗ സന്നദ്ധത കൂടി ഉണ്ടാകണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെയും ആ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളെയും ഒക്കെ സൂറത്തുൽ ഇസ്രായിലൂടെ പഠിപ്പിച്ച ശേഷം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് നരകത്തിൽ പോകുന്ന ആളുകൾ, അത് കാഫിറുകൾ മാത്രമല്ല. അങ്ങനെ കരുതരുത്, ഞാൻ തഫ്സീർ വായിക്കാം. ദുനിയാവിലെ ജീവിതം കൊണ്ട് നരകത്തിലെത്തുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ മാത്രം അല്ല. വിശ്വസിച്ചവരിലും ഒരു വിഭാഗം നരകത്തിലെത്തുന്നുണ്ട്. അവരിൽ ഒരിക്കലും നമ്മൾ പെടാൻ പാടില്ല. അങ്ങനെയാകുമ്പോ പിന്നെ ഈ ചെയ്തു കൂട്ടുന്നതും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അനർത്ഥങ്ങളായി മാറും. ഇവിടെ ജീവിച്ചിട്ട് പാരത്രിക ലോകത്ത് സ്തുത്യർഹമായ സ്വീകാര്യത ഏറ്റുവാങ്ങുന്ന നല്ല മനുഷ്യരുണ്ട്. ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ഓതി അർത്ഥം വെക്കാൻ എളുപ്പമാണെങ്കിലും അതിന്റെ ആന്തരിക ആശയങ്ങൾ വിപുലമാണ്. അത് ഓരോ വാക്കുകളും ആ വാക്കുകളുടെ അടിയൊഴുക്കുകളും ഹദീസിന്റെ പിൻബലത്തോടുകൂടെ ഖുർആൻ പണ്ഡിതർ വിശദീകരിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അധ്വാനം ഒരിക്കലും വെറുതെയാകാൻ പാടില്ല. 15 മുതൽക്ക് തുടങ്ങുന്ന നമ്മുടെ ജീവിതത്തിന്റെ ചുരുങ്ങിയ കാലയളവ്, അതൊരു 50-ൽ തീരുന്ന ആൾക്ക് കുറഞ്ഞ വർഷങ്ങൾ, 40-ൽ തീരുന്ന ആൾക്ക് അതിനേക്കാൾ കുറഞ്ഞു, 25-ലും 20-ലും 18-ലുമൊക്കെ അവസാനിക്കുന്ന ആളുകൾക്ക് വളരെ കുറഞ്ഞ ചാൻസ്. പക്ഷേ ആ കുറഞ്ഞ ചാൻസും ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ നല്ല സ്ഥാനം ലഭിക്കും പരലോകത്ത്. അതിനെന്ത് വേണം എന്നൊക്കെയാണ് നമ്മൾ ഓതി വെച്ച ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. മൻ കാന യുരീദുൽ ആജില,
ഈ ഐഹിക ലോകം ആരെങ്കിലും ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ, ആജില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കയ്യിൽ കൈവന്ന ലോകം, ഇനി ആജിലായ ഒരു ലോകം വരാനുണ്ട്, അത് പരലോകമാണ്. അവധിയായി നമ്മൾ കാത്തിരിക്കുന്ന ലോകം. ഈ ലോകത്തെ ആരെങ്കിലും ഉദ്ദേശിച്ചു, അപ്പോ ദുന്യാവ് ഉദ്ദേശിക്കാൻ പാടില്ല എന്നാ? അല്ല, ആഖിറം ലക്ഷ്യം വെക്കാതെ ഒരു ദുന്യാവ്. അതെങ്ങനെ മനസ്സിലാകും? അതവന്റെ ക്രിയവിക്രയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, ഉദ്ദേശ ലക്ഷ്യങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അവന്റെ താല്പര്യം ഏതിനോടാണ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവന്റെ വിഷമങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ഏത് രൂപത്തിൽ ഏത് അളവിൽ ഉണ്ട് എന്ന് നോക്കിയിട്ട്. ദുന്യാവിന്റെ പ്രൗഢികളും ദുന്യാവിന്റെ അലങ്കാരങ്ങളൊക്കെ കാണുമ്പോ ആഖിറത്തിന് വേണ്ടി ജീവിച്ച ജീവിതം മുഴിഞ്ഞു വെച്ച മഹാന്മാര് കരഞ്ഞതാണ്. അവർ കരഞ്ഞു. എന്താന്ന് വെച്ച് നോക്കുമ്പോ നമുക്കാർക്കും അവിടെ കരച്ചിൽ രൂപപ്പെടാത്ത സന്ദർഭത്തിൽ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട മഹാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റു തുറക്കാനുള്ള ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്നപ്പോൾ കരഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങനെ ഒരു കരച്ചിൽ രൂപപ്പെടാത്തൊരു സന്ദർഭം. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ മഹാനവറുകളുടെ മറുപടി, ദുന്യാവ്. ഈ ദുന്യാവ് ഇതിപ്പോ ഹലാലാണ്, ഉപയോഗിക്കാൻ പറ്റും, നോമ്പ് തുറക്കണം, അതിനൊക്കെ വളരെ പുണ്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ മഹാനവറുകളുടെ ചിന്ത അവിടെ അല്ല. ഈ വിഭവ സമൃദ്ധമായ തീന്മേശ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്റെ മുൻഗാമിയായി ജീവിച്ച മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അങ്ങോട്ടാണ് ചിന്ത പോയത്. മുസ്അബ് റളിയല്ലാഹു അൻഹു ഇതുപോലെയുള്ള ഒരു ആനന്ദകരമായ ഒരു അവസ്ഥ കാണുകയോ ഭക്ഷണം കഴിക്കാനോ മഹാനവറുകൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആ ആഖിറത്തിന് വേണ്ടി ജീവിച്ച, ദുന്യാവ് എമ്പാടും ഉണ്ടായിട്ടും പരലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിച്ച വലിയ സമ്പന്നനായ ഉമൈറിന്റെ മകൻ മുസ്അബ് റളിയല്ലാഹു അൻഹു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മദീനയിലുള്ള കോലം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഞാൻ മക്കയിൽ ജീവിക്കുമ്പോ ഇത്ര അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. മക്കയിൽ ജീവിച്ചപ്പോ അങ്ങനെയായിരുന്നു. കാരണം കുടുംബത്തിൽ നല്ല സമ്പന്ന കുടുംബമാണ്, അപ്പൊ പിന്നെ മോശമാക്കേണ്ടതില്ലല്ലോ, ആ രൂപത്തിലായിരുന്നു. പക്ഷേ വിശ്വാസം നെഞ്ചിലേറ്റിയിട്ട് മദീനയിൽ ഇങ്ങോട്ട് എത്തിയപ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു തങ്ങൾ, ഉൻദുറു ഇലൈഹി കൈഫ ഫഅല ബിഹിൽ ഈമാൻ, നിങ്ങൾ മുസ്അബ് തങ്ങളിലേക്കൊന്ന് നോക്കണം, ഈമാൻ വരുത്തിയ പരിവർത്തനം. വിശ്വാസം വരുത്തിയ പരിവർത്തനം ചെറുതല്ല, വല്ലാത്ത ഒരു ത്യാഗമാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു അനുഭവിച്ചത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കരയുന്നത് പറ്റാത്ത വിഷയം കണ്ടപ്പോഴല്ല, ശരിക്ക് ഹലാലായ ഭക്ഷണം മുന്നിൽ വെച്ചപ്പോൾ മഹാനവറുകൾക്കുണ്ടായ പാരത്രിക ലോകത്തേക്കുള്ളൊരു ചിന്ത. അത് ആഖിറം ലക്ഷ്യം വെച്ച് ജീവിച്ച മഹാന്മാരുടെ സംഭവങ്ങളിലൊക്കെ അങ്ങനെ കാണാം. അപ്പൊ അവർ അലങ്കരിച്ച സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതെന്തിനാ? അതൊരു ചെറിയ സൗകര്യത്തിന് വേണ്ടി, സംവിധാനത്തിന് വേണ്ടി അലങ്കരിക്കുന്നു എന്ന് മാത്രം. അതിലല്ല അവരുടെ കണ്ണും കൽബും. അത് വേറെ സ്ഥലം. അത് ഓരോ സമയത്തും ഓരോ അവസ്ഥയിലും മനസ്സിലാക്കാൻ പറ്റും. മൻകാന യുരീദുൽ ആജില, അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഐഹിക ലോകം ലക്ഷ്യം വെക്കുന്നവനാണെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, പരലോകം ഉദ്ദേശിക്കാതെ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചു മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ അള്ളാഹു പറയുന്നു, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ,
നാം ഉദ്ദേശിക്കുന്നത് ഭൗതിക ലോകത്ത് വേഗം കൊടുക്കും. കൊടുക്കില്ല എന്നല്ല അല്ലാഹു പറഞ്ഞു, കൊടുക്കുന്ന. നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് ലിമന്നുരീദ്, നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക്, എല്ലാവർക്കും കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കും. പക്ഷെ ജീവിതം ദുനിയാവിന് വേണ്ടി മാത്രമായതുകൊണ്ട് സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നെ നമ്മൾ അവന് ജഹന്നം ഒരുക്കി വെച്ചിട്ടുണ്ട്. യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, ആ ജഹന്നമിൽ അവൻ പ്രവേശിക്കും. മദ്മൂമൻ, ഇളിഭ്യനായിട്ട്, മദ്ഹൂറാ, ഒരു രക്ഷയും ഒരു കാരുണ്യവും അർഹിക്കാത്തവനായി, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവനായി, മത്റൂദൻ അൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ഒരു ചെറിയ അംശം പോലും ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തവനായി ജഹന്നമിൽ അവൻ പ്രവേശിക്കും. ഇതിൽ ആരെല്ലാം പെടും? ദുനിയാവ് ഉദ്ദേശിക്കുന്ന ആളുകൾ എന്നതുകൊണ്ടുള്ള വിവക്ഷ ആരാണ്? ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹുമുൽ കഫറതു, സത്യനിഷേധികളുണ്ട് ആദ്യമായിട്ട്, വൽ ഫസഖതു, ഫാസിഖുകൾ. പേരിലൊക്കെ നല്ല പേരാ, മുസ്ലിം പേരാ, പക്ഷേ ഫാസിഖുകളാണ്. ഫാസിഖിന്റെ വിവക്ഷ എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല ഞാൻ. പേരൊക്കെ ഉണ്ട്. എന്റെ പള്ളിയിൽ, ഞാൻ നിൽക്കുന്ന പള്ളിയിൽ ഒരു ചെറിയ പണിക്ക് വന്നിരുന്നു ഒരു ചെറുപ്പക്കാരൻ. 18 വയസ്സ് ആയിട്ടുണ്ടാവും. നമ്മളെ നാട്ടിൽ നിന്നുള്ള, പുറം നാട്ടിൽ തന്നെ, ബംഗാൾ, ആസാമിനോടുള്ള. വാങ്ങെടുത്തപ്പോ നമ്മളൊരു സൗഹൃദത്തില് നിസ്കരിക്കല്ലേ എന്ന് ചോദിച്ചു. എന്തായാലും മൈൻഡ് എന്ന് അറിയണ്ടേ. നിസ്കരിക്കല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഡ്രസ് മുഴുവന് ചളിയാണ്, അതുകൊണ്ട് നിസ്കരിക്കാനിപ്പോ പ്രയാസമാണ്, ഞാൻ പിന്നെ നിസ്കരിച്ചോളാം. തുണിയല്ലേ, അത് കുട്ടികളെടുത്തുണ്ടാവും, ദർസിലെ കുട്ടികളുണ്ടല്ലോ, അവരെടുത്ത് ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെ അദ്ദേഹം വന്ന് നിസ്കരിച്ചു. അയാളെ കൊണ്ടുവന്ന മുതലാളിയോട് പിറ്റേന്ന് പറഞ്ഞു, പള്ളിയുടെ ഭാഗത്തേക്ക്, പള്ളിയിലേക്കുള്ള പണിക്ക് ഞാൻ പോകില്ല. എന്നോട് മൊയിലിന് വാങ്ങ് കൊടുത്തോട്ട് നിസ്കരിക്കാൻ പറയണം. നമ്മൾ ആലോചിക്കണം. അപ്പൊ എന്താ ലക്ഷ്യം? ജോലി, കൂലി, അത് മാത്രം. ഭക്ഷണം കഴിക്കണം. നമ്മൾ ഈ ഒരു, പിന്നെ ഇപ്പൊ സംഭവിച്ച ഈ രോഗം വന്നപ്പോഴല്ലേ അതിഥി തൊഴിലാളികളെ എണ്ണം മനസ്സിലായത്. 3 ലക്ഷത്തിലധികം ആൾക്കാർ, കുറെ എണ്ണം പോയിട്ടാണ് പറഞ്ഞത്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, പേരെന്താന്ന് ചോദിച്ചാൽ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലാൻ പറ്റിയ പേരാ. പക്ഷേ നിസ്കാരം മാലൂം നഹിഹേ, അറിയില്ല. റോസ മാലൂം നഹിഹേ, നോമ്പ് അറിയില്ല, ഒന്നും അറിയില്ല, ഒരു ഫാത്തിഹ പോലും അറിയില്ല. കുറ്റപ്പെടുത്തില്ല ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാപ്പ ജീവിതം? പഠിക്കാൻ അറിയില്ലേ? അറിയും. സന്ദർഭങ്ങളുണ്ട് എന്നറിയില്ല, അറിയും, പക്ഷെ പഠിക്കൂല. അപ്പൊ അവരുടെ രക്ഷിതാക്കളോ, അവരുടെ രക്ഷിതാക്കൾ ഒരു തൊഴിൽ പഠിച്ച് പിന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം, ജോലി എടുത്തു തരാൻ വേണ്ടിട്ട്. ചെറിയ പ്രായ, ഇനിയും പഠിക്കാൻ ചാൻസ് ഉണ്ട്. എത്ര സംഭവങ്ങളുണ്ട് അവരുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള അനുഭവങ്ങൾ. പക്ഷെ സങ്കടങ്ങളാണ്. ആലോചിച്ചു, നമ്മുടെ സമൂഹത്തിലും അങ്ങനത്തെ ഫാസിഖ്യങ്ങൾ. അതെവിടുന്നാ പോകുന്നത്? മുസ്ലിം നാമധാരികളായി ജീവിക്കുന്ന, ഫിസ്ക് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, ഈ പറഞ്ഞ ഭൗതിക ലോകം ലക്ഷ്യം വെക്കുന്നവർ എന്ന് അല്ലാഹു പറഞ്ഞതിൽ പെടും. ലോകമാന്യത്തിന്റെ ആളുകൾ, കാണാൻ വേണ്ടി ചെയ്യ, അതും വളരെ കൂടുതലാണ്. അവിടൊക്കെ കുറെ പറഞ്ഞിട്ടോ, ഇനി എന്തെങ്കിലും കൊടുക്കുമ്പോ പഠിച്ചോനെ ഞാൻ ആ കൊടുത്തൊക്കെ ആ പറഞ്ഞതിൽ പെട്ടുപോകുന്നു കരുതണ്ട. സംഭാവന കൊടുക്കുമ്പോഴേ രഹസ്യമായിട്ടും കൊടുക്കലുണ്ട്, പരസ്യമായിട്ടും കൊടുക്കലുണ്ട്. അത് പറയണം, ബുദ്ധിമുട്ടായി പോകും.
ഖുർആൻ പറയുന്നുണ്ട് സിർറൻ വഅലാനിയ അല്ലദീന യുൻഫിഖൂന അംവാലഹും സിർറൻ വഅലാനിയ. രഹസ്യമായിട്ട് കൊടുക്കലുണ്ട്, പരസ്യമായിട്ട്. ധാരാളം നമ്മൾ നിയ്യത്ത് നന്നാക്കിയാണ്. പരസ്യമായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ആ കൊടുത്ത് പരസ്യമായിട്ട് കൊടുത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എനിക്ക് കൂലി കിട്ടാതാകുന്ന അങ്ങനൊന്നുമില്ല. അങ്ങനെ വിഷയം വരൂല. ദ്വാരക്കുന്നത് കൊണ്ടുള്ള കൂലിയൊക്കെ ആഖിറത്തിൽ പോയി ദുന്യാവിൽ മാത്രമാകുന്ന അങ്ങനെയും വരൂല. രണ്ട് രൂപത്തിലും കൊടുക്കും, സ്വകാര്യമായിട്ടും കൊടുക്കുക, പരസ്യമായിട്ടും കൊടുക്കുക. പരസ്യമായി കൊടുത്തു എന്നതുകൊണ്ട് എനിക്കൊരു കൂലിയും കിട്ടാതാകുന്നു അങ്ങനല്ല. രണ്ട് രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല ഈ പറഞ്ഞത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു അമല് നല്ല നിയ്യത്ത് ചെയ്താൽ നല്ല ഫലം ലഭിക്കുന്ന അമല്, അവിടെ റിയാ വന്നുകൂടുകയാണ്. അല്ലെങ്കിൽ അത് പറയാൻ തോന്നുകയാണ്, പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാം. അഹ്ലുദ്ദിയ വൻ നിഫാഖ്, കാപട്യമുള്ളവർ, വൽ മുഹാജിറു ലിദ്ദുനിയ, ദുന്യാവിന് വേണ്ടി ഹിജ്റ പോകുന്ന ആൾ. അതുകൊണ്ടാണ് ഉസ്താദുമാരൊക്കെ മുതഅല്ലിമുകൾക്ക് ആദ്യം ഓതിക്കൊടുക്കുന്നത് ഹിജ്റയുടെ ഹദീസാണ്. റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബ് എടുക്കും, ആദ്യം ഓതിക്കൊടുക്കും. നിങ്ങൾ മറ്റൊരു നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് ഹിജ്റ വന്നവരാണ്. അതിൽ ആദ്യം പറഞ്ഞ ലക്ഷ്യമാകണം നിങ്ങളെ ഹിജ്റയുടെ ഉദ്ദേശം. വമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഒരാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമായാൽ എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം വേറെ ഒരു കാരണവും ഒരു മാധ്യമവും ഇല്ല. എന്തിനാ വന്നത്? ഇൽമു പഠിച്ച് അമൽ ചെയ്യാൻ. അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇൽമു പഠിക്കുന്ന മുതഅല്ലിമിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മലക്കുകൾ ചിറക് വീഴ്ത്തി കൊടുക്കും, മത്സ്യം വരെ പ്രാർത്ഥിക്കും, മരുഭൂമിയിലൂടെ ഏങ്ങി നടക്കുന്ന ഉറുമ്പ് വരെ പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും. അതൊക്കെ പറഞ്ഞിട്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ ഇദാ ഖസദൽ ഇലാഹ വ ആഖിറ ബിൽ ഇൽമി ഇല്ലാ ഫൽ ഹലാകു തഹസ്സലാ. ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ അല്ലാഹുവും മലക്കുകളും എല്ലാവരും അനുഗ്രഹ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ചിറക് വിടർത്തി തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് ആർക്കാണ്? എപ്പോഴാണ്? ഇദാ ഖസദൽ ഇലാഹ വ ആഖിറ ബിൽ ഇൽം. അറിവ് നേടിയെടുക്കുന്നത് കൊണ്ട് അള്ളാഹുവിനെയും ആഖിറത്തെയും ലക്ഷ്യം വെച്ചാൽ. വേറെ ഒരു പേരും പെരുമയും ഉദ്ദേശിക്കരുത്. ഉസ്താദുമാർ പറയും നമുക്ക് ക്ലാസ്സിൽ തരുമ്പോ, നിങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ പിന്നിൽ നിങ്ങളുടെ ലക്ഷ്യം ഇങ്ങോട്ട് വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നാകരുത്. ഇങ്ങോട്ട് വന്നതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൽമു പഠിക്കും. അപ്പൊ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, സഹിക്കുക. എന്തിന്? ഇൽമിന് വേണ്ടി. അപ്പൊ ലക്ഷ്യം നന്നാകും. കാരണം ഇത് ആഖിറത്തിൽ വലിയ കൂലി ലഭിക്കാൻ പോകുന്ന, ഫലം ലഭിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തടസ്സങ്ങളും വിഷമങ്ങളൊക്കെ വരും, തരണം ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ആഖിറത്തിന് വേണ്ടി ലക്ഷ്യം വെക്കുന്ന ആളാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമാകൂല. കാരണം അയാൾ വന്നതൊരു ഹിജ്റക്കാണ്. ഒരു നാട്ടിൽ നിന്ന് സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി പരിമിതമായ സൗകര്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് ഇവിടെ നല്ല എവിടെയും വീട്ടിലുള്ള സൗകര്യങ്ങളെ പോലെ ഒരു പക്ഷേ ഉണ്ടായിക്കോണമെന്നില്ല. എന്നാലും ഇപ്പോഴുള്ള സ്ഥാപനങ്ങളിൽ സൗകര്യങ്ങൾ കൂടുതലാണ്. ഇവിടൊക്കെ നല്ല ഭക്ഷണമാണ്. ഇപ്പോ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെയല്ല. നമ്മളൊക്കെ മർക്കസിൽ ഓതുന്ന സമയത്ത് പരിപ്പും പൊറാട്ട. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ പൊറാട്ട കിട്ടാൻ വേണ്ടി കുട്ടികൾ ദ്വാരക്കാണ്. കാരണം ഓരോ ദിവസം മാറുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഒന്ന് ചപ്പാത്തി, ഇന്നലെ നൂൽപുട്ട്. നമ്മളിങ്ങനെ ആശിക്കാം നമ്മൾ പഠിച്ച കാലത്ത് ആ പൊറാട്ട. പക്ഷെ ആ പൊറാട്ടൊക്കെ ഒരു വർക്കത്തിന് അത് വേറെ വിഷയം. അന്നെല്ലാ ദിവസവും അല്ലെങ്കിൽ പിന്നെ അവല് കുഴച്ചുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കി കുറച്ചും കൂടി സൗകര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞത്. പക്ഷെ മുമ്പും അതിന്റെ കുറെ മുമ്പ് കാലത്തൊന്നും അങ്ങനെയല്ലല്ലോ. എന്നാലും ചില്ലറ അസൗകര്യങ്ങൾ ഉണ്ടാവും, അതങ്ങ് ക്ഷമിക്കണം. അതെവിടെ ഉണ്ടാവും. അതില്ലാതെ കഴിയൂല. ഒരു പക്ഷെ ഒക്കെ വീട്ടിൽ അതേ രൂപത്തിൽ കഴിയൂല. ചില്ലറ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് സഹിച്ച് ക്ഷമിച്ച് തപസ്സിരുന്ന്
പഠിക്കുമ്പോൾ ആ ഇൽമിന് അല്ലാഹു തആല നല്ല ഉയർച്ച തരും. ലക്ഷ്യം നന്നാകണമെന്ന് മാത്രം. അല്ലെങ്കിൽ ആ മഹത്വങ്ങളൊന്നും കിട്ടില്ല ഇൽമു പഠിക്കാൻ വരുമ്പോൾ. അതുകൊണ്ട് ഉസ്താദുമാര് പറഞ്ഞു തൊട്ട് താഴത്തുണ്ട് വമൻകാനത്ത് ഹിജ്റത്തുഹു ലിദുന്യാ യുസീബുഹാ. ഇൽമു പഠിക്കാൻ വേണ്ടി വന്നത് ദുന്യാവ് സമ്പാദിക്കാൻ. ഹിജ്റ പോകുന്ന ആളുകളോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണ്. ഈ വാക്കിന്റെ പിന്നിൽ എന്താ ഒരു ദുന്യാവിന്റെ സമ്പാദ്യ ശൈലി വരാൻ കാരണം? ഹിജ്റ പോകുന്ന സ്വഹാബിമാരിൽ ചിലര് ഒരു ഹലാലായ ലക്ഷ്യം, ഹറാമൊന്നുമല്ല, ഹലാലായ ലക്ഷ്യം മനസ്സിൽ കരുതി. എന്ത്? മദീന മക്കയെക്കാളും മാർക്കറ്റിംഗ് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ മക്കത്തുനിന്ന് മദീനയിലേക്ക് പോയാൽ ഒരു കച്ചവടം അവിടെ, അതിപ്പോ ഒരു തെറ്റാ, ഒരു ഹറാമ അല്ല, പക്ഷേ ലക്ഷ്യം മാറി. അപ്പൊ ഉദ്ദേശത്തിന് വേറൊന്ന് കലർന്നു കൂടാൻ പാടില്ല. അവിമ്രഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുക, അത് സുന്നത്തായ അമലല്ല. പക്ഷെ ഇപ്പോക്കിന്റെ പിന്നിൽ ആ ലക്ഷ്യം വരാൻ പാടില്ല. അങ്ങനെ ലക്ഷ്യം മാറിയാൽ ഹിജ്റയുടെ ഫലവും മാറിപ്പോയി. ഉമ്മു ഖൈസ് ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ച്, ഹിജ്റ പോകാൻ ഉദ്ദേശിച്ച സ്വഹാബിയെ പറ്റിയാണ് ആ വാക്ക് വന്നത് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതൊരു മോശപ്പെട്ട കാര്യമല്ല. പക്ഷെ ഹിജ്റയിൽ ഹിജ്റ മാത്രമേ ലക്ഷ്യമാകാവൂ. അതാണ് ഇവിടെയും പറയുന്നത്, ലക്ഷ്യം മാറാൻ പാടില്ല. വൽ മുഹാജിറു ലിദ്ദുന്യാ, ദുന്യാവിന് വേണ്ടി ഹിജ്റ പോകുന്ന ആളും ഇതിൽ പെടും. വൽ മുജാഹിദു ലിമഹ്ദിൽ ഗനീമത്തി വദ്ദിക്ർ, സ്വഹാബത്തിന്റെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കൂടെ യോദ്ധാവായി വരുന്ന ആള്. എന്തിനാണ് യോദ്ധാവായി വന്നത്? സ്വത്ത് സമ്പാദിക്കാനും പേരിനും പെരുമക്കും മാത്രം. മദീനയിൽ നിന്നൊരു വിഭാഗം ആളുകൾ അങ്ങനെയുണ്ട്, മുനാഫിക്കുകളാണ്. സ്വഹാബത്തിന്റെ കൂടെ അവർ യുദ്ധത്തിന് പോകും. യുദ്ധത്തിലെങ്ങാനും അവർക്ക് വല്ലതും ഏൽക്കുമെന്ന് കണ്ടാൽ തടിയൂരും. കുറച്ചു കഴിഞ്ഞ് യുദ്ധം ജയിച്ചു ഗനീമത്ത് കിട്ടിയെന്ന് കണ്ടാൽ അവർ വന്നിട്ട് പറയും, ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങളവിടെ വിശ്രമിക്കായിരുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് പോയതായിരുന്നു, ഇപ്പുറത്ത് പോയതായിരുന്നു. എന്തിനീ ഗനീമത്ത് കിട്ടാൻ വേണ്ടി. അപ്പൊ ലക്ഷ്യം എന്താണ്? ഗനീമത്താണ്. ഇതൊക്കെ ഈ ഭൗതിക ലോകത്തുള്ള വ്യത്യസ്ത ഉദ്ദേശങ്ങൾ ഉദ്ദേശിച്ച് ജീവിച്ച ആളുകളാണ്. അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ. നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ഉദ്ദേശിച്ചത് അവർക്ക് നമ്മൾ പെട്ടെന്ന് കൊടുക്കും, താമസിക്കുന്നില്ല. നമ്മൾ എന്തെല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കും. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്തിന്റെ അവതരണത്തെ പറ്റി പറഞ്ഞപ്പോ മുനാഫിക്കുകൾ മുസ്ലിങ്ങളെ കാണിക്കാൻ വേണ്ടി യുദ്ധത്തിന് വരുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ ആ വരുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം യുദ്ധാർജിത സ്വത്തിലും മറ്റു വിഷയങ്ങളിലൊക്കെ പങ്കുകൊള്ളുക, അവരോടൊപ്പം നിൽക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ്. വേറൊന്നും അതിന്റെ പിന്നിലില്ല. അതുകൊണ്ടാണ് പിന്നിൽ നിൽക്കുന്നവർ പലപ്പോഴും സ്വകാര്യമായി ചർച്ച ചെയ്യും, പിരിഞ്ഞു പോകാൻ വല്ല സന്ദർഭവും കിട്ടോ ഇല്ലേ. അങ്ങനെ വല്ല ചാൻസും ഇങ്ങനെ നോക്കി നടക്കും. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഉഹദിലെത്തിയിട്ട് യുദ്ധം ഇങ്ങനെ സ്ട്രോങ് ആയി വരുന്നൊരു സമയത്ത് അയാൾ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാണ്. ലൗനാലമു ഖിതാലൽ ലത്തബഅനാകും, ഞങ്ങൾക്ക് ഈ യുദ്ധം ഒന്നും നല്ലോണം പരിചയമല്ല, അതുകൊണ്ട് നാട്ടിലേക്ക് പോവുകയാണ്. പേടിയായി പോയി, തല പോകുമോ. അത് ഇഖ്ലാസിന്റെ ലക്ഷ്യത്തിന്റെ കുറവ് കൊണ്ടും മാറ്റം കൊണ്ടുമാണ്. അവരെ ലക്ഷ്യം കിട്ടുന്നതിൽ ഒരു പങ്കായിട്ട് വല്ലതും ഗനീമത്ത് ഇങ്ങോട്ടും കിട്ടണം. പിന്നെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലാണല്ലോ നമുക്കൊരു എതിരെ ഒരു വിധിയും വരാതെ പതുക്കെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതിനാണ് കൂടെ കൂടുന്നത്. ഇസ്ലാമിന്റെ ഒരു മുഖം ഇങ്ങനെ കാണിക്കും. എന്തിന്? അവർ ഇസ്ലാമിന്റെ എതിരാളികളാണ് എന്നെങ്ങാനും ആയത്തിറങ്ങി പോകുമോ എന്ന് പേടിച്ചിട്ട്. എന്നാൽ ഏതെങ്കിലും അവസരം കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും എതിർക്കുകയും ചെയ്യും.
അതൊരു സ്ഥിരം പതിവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല മൻ കാന യുരീദുൽ ആജില എന്ന് പറയുന്ന വിഷയത്തിൽ ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാരഥന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ കാരണം. എന്നിട്ട് പറഞ്ഞു അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ അവർക്ക് കൊടുക്കും. എന്താണ് അല്ലാഹു തആല ഉദ്ദേശിച്ചത്? ദുനിയാവിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഒന്നുകിൽ വിശാലമായ ദുനിയാവിന്റെ സ്രോതസ്സുകളെല്ലാം മനുഷ്യന് പങ്കുകൊടുക്കും, ദുനിയാവിന്റെ വിശാലത. അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെ ദരിദ്രനായി ജീവിക്കാനുള്ള അവസ്ഥ കൊടുക്കും. ദുനിയാവിൽ എല്ലാവരും സമ്പന്നരൊന്നല്ല, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾ ഇപ്പോഴും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിക്ഷ അവനിൽ ഇറക്കിയിട്ട് അവനെ നശിപ്പിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിക്കും. ഇങ്ങനെ ഏതാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ആ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലാഹു തആല കൊടുക്കും. ആളുകൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് ആളുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് എല്ലാവരും എത്തിക്കൊള്ളണമെന്നില്ല. ചിലരെ അല്ലാഹു തആല പരീക്ഷിക്കും ചോദ്യം കൊണ്ട്. അവരങ്ങനെ ചോദിക്കും, പക്ഷെ ലക്ഷ്യം നേടൂല. ഫഇന്നല്ലാഹ തആല യബ്തലി ബഅദൽ ഇബാദി ബിത്വലബ് മിൻ ഗൈരി ഹുസൂലിൽ മത്ലൂബ്. ലക്ഷ്യം നേടാതെ ചോദ്യം അങ്ങനെ നടക്കുന്നുണ്ടാകും, ലക്ഷ്യത്തിലേക്ക് അവരെത്തൂല. അങ്ങനെ ഒരു പരീക്ഷണമുണ്ട് ഒരു വിഭാഗത്തിൽ. ചിലർ അല്ലാഹു തആല ചോദിച്ചത് കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും. അവർ ചോദിച്ചത് എങ്ങനെയാണോ അല്ലാഹുവിനോട് ചോദിച്ചത് അങ്ങനെ കൊടുക്കും. ഒരു പക്ഷേ ചോദിച്ച ഉടനെ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ കുറെ സാവകാശത്തിൽ കൊടുക്കും. കാരണം ചോദിക്കുന്ന സമയം, ആവശ്യപ്പെടുന്ന സമയം കിട്ടുന്ന സമയത്തോട് ഒത്തുകൊള്ളണമെന്നില്ല. അപ്പോൾ ചോദ്യം ഒരു സമയത്ത് നടക്കും, കിട്ടുന്നത് മറ്റൊരു സമയത്താകും. ചില ആളുകളെ അല്ലാഹു തആല ചോദ്യം കൊണ്ട് പരീക്ഷിക്കൂല, ചോദിക്കാതെ തന്നെ അല്ലാഹുവിന്റെ ഔദാര്യം എന്ന നിലക്ക് അല്ലാഹു തആല കനിഞ്ഞു കൊടുക്കും. ഈ മൂന്ന് വിഭാഗത്തെയും ദുനിയാവിൽ കാണാൻ കഴിയും. ചിലര് കുറെ ചോദിക്കുന്നുണ്ടാകും, പക്ഷെ കാര്യം ഇവിടെ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് ഒരു പെണ്ണ് പറഞ്ഞു, നബിയെ ഇന്നി ഉസ്റഉ വ തകശഫു, എനിക്ക് എപ്പോഴും അപസ്മാര രോഗം ഉണ്ടാകുന്നുണ്ട്. അപസ്മാര രോഗം ഉണ്ടായിട്ട് ഞാൻ വീഴുമ്പോ എന്റെ ഔറത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ വെളിവാകുന്നുണ്ട്. അള്ളാഹുവിനോട് തങ്ങൾ എനിക്കൊന്ന് ദ്വാരക്കണം, എന്റെ രോഗം ഒന്ന് മാറ്റിത്തരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, നിനക്ക് ക്ഷമിച്ചൂടെ? ക്ഷമക്ക് വലിയ കൂലി അല്ലാഹു തആല തരുന്നുണ്ട്. ആ പെണ്ണിന് മനസ്സിലായി, തൽക്കാലം ഈ രോഗം പെട്ടെന്ന് മാറാൻ ചാൻസ് ഇല്ല എന്നാണ് തങ്ങൾ ഈ പറഞ്ഞതിന്റെ ലക്ഷ്യം. നിന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ദ്വാരക്കാം. അതിനുവേണ്ടി തങ്ങൾ ദുആ ചെയ്തു. ഹദീസിൽ കാണാം, പിന്നെ എപ്പോൾ വീണാലും ഒരു ഭാഗം പോലും നഗ്നത വെളിവാകൂല. ആ പെണ്ണ് സുബ്ർ ചെയ്തു, ക്ഷമിച്ചു. ചിലത് അങ്ങനെ ഉണ്ടാകും. പക്ഷെ കൂലിട്ടു, ചോദിച്ചതിന് കൊണ്ടു ചോദിക്കാൻ എനിക്ക് പതായിരിക്കും ഉത്തരം കിട്ടാത്ത, നാളെ മുതൽ ചോദ്യം നിർത്താൻ അങ്ങനെ കരുതണം. അങ്ങനെ കരുതും ചില നല്ല കൽബുള്ള ആൾക്കാർ. ഞാൻ കുറെ ഉസ്താദ് പറയുമ്പോൾ ചോദിക്കുന്നത് ഇതായിരിക്കും സംഗതി. ഈ ആദ്യ മെമ്പർമാരിൽ ഞാൻ പെട്ടിട്ടുണ്ടാകും. ചോദ്യം അങ്ങനെ ചോദിച്ചോട്ടെ, കൊടുക്കണ്ടെന്നെങ്ങാനും അള്ളാഹുത്തര തീരുമാനിച്ചു. അങ്ങനെ നിരാശന്റെ ചിന്ത പെടാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല, ചോദിക്കണം. നിരാശ ഒരിക്കലും മുസ്ലിമിന് വരാൻ പാടില്ല. ആ ചോദിക്കുന്നതിനൊക്കെ അതിനനുസരിച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ തരാൻ നിമിത്തങ്ങളില്ലെങ്കിൽ ഒരുമിച്ച് അവിടെ കിട്ടും. അപ്പൊ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? ചിലര് പറയും, ഉസ്താദ് നിങ്ങൾ ദ്വാരക്കണം, ജോലി കയറിയിട്ട് ശമ്പളം കിട്ടിയില്ല, എത്ര കൊല്ലായി? 9 കൊല്ലായി. ഇനി അടുത്ത കൊല്ലം കിട്ടുന്ന പ്രതീക്ഷ ഉണ്ട്. കിട്ടുമ്പോ മൊത്തം അങ്ങോട്ട് കിട്ടും. എന്തൊരു ആശ്വാസമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് നടത്താൻ കഴിയും. അപ്പൊ അല്ലാഹു തആല അങ്ങനെ ഹൈറാക്കി. നേരത്തെ ഓരോ മാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കാണാണ്ടാകൂല. ഇനി നീ ഒരു പുതിയ പ്രൊജക്ട്, സ്ഥലം വാങ്ങലോ വീടെടുക്കലോ തീരുമാനിച്ചോ, 10 കൊല്ലത്തെ ഒരുമിച്ച് കിട്ടുന്നു. ഇനി അതിന് കടം വാങ്ങണോ, പെട്ടെന്ന് റെഡിയാക്കുക.
അങ്ങനെ ഉണ്ടാകും ചിലത്. അതുകൊണ്ട് ചോദിക്കാതിരിക്കരുത്, ചോദിക്കണം. ഇനി ചോദിച്ചിട്ട് കിട്ടിയില്ല എങ്കിലും നിരാശ വേണ്ട, അതിന് കണക്കനുസരിച്ച് അല്ലാഹു തആല സവാബ് തരും. അതൊരു തരം പരീക്ഷണമാണ്. മറ്റൊന്ന് ചോദിച്ചത് അതേ രൂപത്തിൽ അല്ലാഹു തആല തരും. ഒരുപക്ഷെ ചോദിച്ച ഉടനെ അല്ലെങ്കിൽ കുറെ സമയത്തിന് ശേഷം. മൂന്നാമത്തെ വിഭാഗം ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല, ചോദിക്കാതെ തന്നെ അല്ലാഹു തആല കൊടുക്കും. കണ്ടില്ലേ നിങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനോട് നല്ലതും ചോദിക്കുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനെന്ത് ചോദിക്കാനാണ്? മാരിഫത്തുഹു ഹാലി യുഗ്നീനി അൻ സുആലി. എന്റെ അവസ്ഥ അല്ലാഹു തആലക്ക് അറിയാലോ, പിന്നെന്തിനാ ചോദിക്കുന്നില്ല. ചോദിക്കാതെയാണ് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്നുള്ള വെള്ളം ഇറക്കി കൊടുത്തത്. പിൽക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു. 1-2 കൊല്ലല്ലോ ഇബ്രാഹിം നബി സ്വലാം ജീവിച്ചത്, 200 വർഷമാണ്. 200 വർഷത്തെ ജീവിതത്തിൽ ഏറ്റവും സുഖം അനുഭവിച്ച കാലം ഏതെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളാണ് ഏറ്റവും സന്തോഷമുള്ള സമയം. കാരണം സ്വർഗത്തിൽ നിന്നുള്ള വെള്ളമാണ് അവിടെ കിട്ടിയത്. നമ്രൂദ് ഉയരമുള്ളൊരു കുന്നിൻ മുകളിൽ കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഉണ്ടോന്ന് വെച്ചു. നല്ല റാഹത്താണ്, നല്ല സന്തോഷാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്രൂദ് ഒരു ചെറിയ അടയാളം ഇങ്ങനെ കാണുന്നുണ്ട്, ഒരാളെ രൂപം ഇങ്ങനെ കാണുന്നുണ്ട്. ചോദിച്ചു, അപ്പുറത്തിരിക്കുന്ന ആള് ആരാണ്? നമ്രൂദ് ചോദിച്ചു. ഒരാൾ രൂപം കാണുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അതൊക്കെ ചോദിക്കാതെ കിട്ടിയതാ. അത് തണല് കൊണ്ട് ഏൽപ്പിച്ച മലക്കാണ്. ഇവിടെ വന്നിരിക്കുന്ന ടൈം പാസിനാണ്, ഞാൻ ഒറ്റക്കല്ല ഇതിൻ്റെ ഉള്ളിൽ നേരം പൊക്കിന. ചോദിക്കാതെ ഫൈലുൽ ഇലാഹി, അള്ളാഹുവിന്റെ ഔദാര്യം എന്ന നിലയ്ക്ക് അല്ലാഹു തആല കൊടുക്കാറുണ്ട്. അങ്ങനെ ധാരാളം ഔദാര്യം അല്ലാഹു തആല ചൊരിച്ചു തരാറുണ്ട്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് അല്ലാഹു തആല കൊടുക്കുക. അടിമകൾ ഉദ്ദേശിക്കും പോലെ അല്ലാഹു തആല ആർക്കും കൊടുത്തോളണം എന്നില്ല. അങ്ങനെ കൊടുക്കണം എന്ന നിർബന്ധമോ ഒരു ബാധ്യതയോ റബ്ബ് തആലാക്കില്ല. പക്ഷെ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ചോദിച്ചു തന്നെ അല്ലാഹു തആല കൊടുക്കും. കാരണം അവരെ ചോദ്യത്തിന്റെയും അവരെ നാവിന്റെയും മഹത്വം അത്ര വലുതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യനാണല്ലോ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ആ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങള് ഒരു ചെറിയ അടിക്കേസിൽ കുടുങ്ങിയിട്ട് വേറെ ഒരു പെണ്ണിനെ അടിച്ചപ്പോ പല്ല് പൊട്ടിപ്പോയി. പല്ല് പൊട്ടിയാൽ കിസാസ് ഉണ്ടല്ലോ, പല്ലിന് പകരം പല്ല്, വസ്സിന്ന ബിസ്സിന്നി, പല്ലിന് പകരം പല്ല് പൊട്ടിക്കണം. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ നിന്ന്, അനസ് ഇബ്നു മാലിക് അല്ല, അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുക്സറു സനിയതുഹാ, പല്ല് പൊട്ടിക്കൂലാന്ന് പറഞ്ഞു. തങ്ങൾ പൊട്ടിക്കൂലെന്നല്ല, പല്ല് പൊട്ടിക്കപ്പെടൂല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നബി തങ്ങൾ പറഞ്ഞതിന് എതിര് പറഞ്ഞു എന്നല്ല, അങ്ങനെയാണ് എന്റെ ഉദ്ദേശം, അത് അള്ളാഹു നടത്തി തരണം എന്നാണ്. ആ പറഞ്ഞ വാക്ക് പറഞ്ഞു തീരുമ്പോഴേക്ക് മറ്റേ കൂട്ടം ആളുകൾ, പ്രതികാരത്തിന് അർഹതയുള്ള ആളുകൾ, അവര് പറഞ്ഞു, ഞങ്ങൾ മാപ്പ് കൊടുത്തു, വേണ്ട പൊട്ടിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് തീർച്ചപ്പെടുത്തിയിട്ട് വല്ലതും അവർ പറഞ്ഞാൽ ലഅബറഹു, അല്ലാഹു അത് നടപ്പിലാക്കി കൊടുക്കും. അക്കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. പറഞ്ഞപ്പോഴേ അതങ്ങ് അല്ലാഹു തആല തീരുമാനിച്ചു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങളൊക്കെ രോഗം വേണ്ട, അങ്ങനെ ആ വാക്കുകൾ പറയുന്നു. രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനവിടെ പോയിട്ട് ചികിത്സിക്കാന്ന് ആലോചിക്കല്ലോ, ആൾക്കാരങ്ങ് പോരാ.
എന്തെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച്. ഞാനിപ്പോ തഹ്സീലായി വന്നാണ്. മുമ്പൊരാള് പറഞ്ഞു, CM അവർക്കോട്, അയാൾ മലപ്പുറം ജില്ലയിലാണ്, ഒന്നും മുദരിസാണ്. അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. നല്ല മുദരിസ്, ദർസ് നടത്താൻ നല്ല കഴിവുള്ള ആളാണ്. ബാഖിയാത്തിൽ നിന്ന് വന്ന ഉടനെ തന്നെ CM വലിയുള്ളാഹിയെ കാണാൻ പോയി. ഞാൻ ബാഖിയാത്തിൽ നിന്ന് വരികയാണ്. നിങ്ങൾ മുദരിസാണ്, മുദരിസാണ്. അന്ന് മുദരിസാണ് എന്ന് പറഞ്ഞത് കാലാവധി പറഞ്ഞോ? ഇന്നും മുദരിസാണ്. ഞാൻ ചോദിച്ച അതിന്റെ ഇടയ്ക്ക് എപ്പോഴും ദർസ് ഒരൊറ്റ സമയം പോലും മുത്തല്ലിമീങ്ങൾക്ക് ഒരു ലീവ് എടുക്കുന്ന സമയം എന്നല്ലാതെ ദർസ് നടത്താൻ കഴിയാത്തൊരു സന്ദർഭം വന്നിട്ടില്ല. വിഷമങ്ങളോ രോഗങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ആ വാക്കിൽ അവലംബിച്ചാണ് പിന്നീട് പോന്നതൊക്കെ. അത് അവര് പറയുമ്പോഴേക്ക് അല്ലാഹു തആല നടപ്പിലാക്കി പോയി. അങ്ങനത്തെ ഒരു വിഭാഗവും ഉണ്ട് എന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ചോദിച്ചത് അങ്ങനെ തന്നെ അല്ലാഹു തആല നൽകിക്കൊള്ളണമെന്നില്ല. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നം. പിന്നെ അവൻ ചോദിക്കുന്നത് മുഴുവനും ആഖിറത്തിലേക്കൊരു ചിന്തയില്ലാതെ ലക്ഷ്യം വെക്കുന്നതും മറ്റുമൊക്കെ ദുന്യാവ് മാത്രമായതുകൊണ്ട് അവന് നമ്മൾ ജഹന്നം ഒരുക്കി കൊടുക്കും. യസ്ലാഹ, ആ ജഹന്നമിൽ അവൻ പ്രവേശിക്കും. മദ്മൂമൻ മദ്ഹൂറ, ഇളിഭ്യനായിട്ട് എല്ലാവിധ മാനക്കേടും സ്വീകരിക്കുന്നവനായിട്ട്. അതുപോലെ തന്നെ മദ്ഹൂറൻ, രണ്ട് സിഫത്താണ് ജഹന്നമിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഇവിടെ പറഞ്ഞു. അവനെപ്പറ്റി രണ്ട് സിഫത്തുകൾ പറയാൻ കാരണം എന്നെന്നും നിലനിൽക്കുന്ന ആഖിറത്തേക്കാൾ നശ്വരമായ ഈ ദുനിയാവ് അവൻ സെലക്ട് ചെയ്തു എന്നതുകൊണ്ടാണ്. മദ്ഹൂറൻ, താഴ്ന്നവനായി ഒരു സ്ഥാനവുമില്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെ ദൂരെ നിർത്തപ്പെട്ടവനായി അവൻ കിടക്കും. ദുനിയാവിനെ ശാശ്വത വീടായി മനസ്സിലാക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യാ ദാറുമല്ലാ ദാറ ലഹു. ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദുന്യാ ദാറുമല്ലാ ദാറ ലഹു. വീടില്ലാത്തവനുള്ള വീടാണ് ദുനിയാവ്. യഥാർത്ഥ വീട് ഒരുക്കാത്തവന്റെ വീട്. യഥാർത്ഥ വീട് ഏതാണ്? പരലോകത്തുള്ള വീടാണ്. അതാണ് ശരിക്കുള്ള വീട്. നമ്മളിവിടെ വിശ്രമ കേന്ദ്രങ്ങളിലാണുള്ളത്, യഥാർത്ഥ ഭവനത്തിലല്ല. നമ്മളാ ജീവിക്കുന്ന വിശ്രമ കേന്ദ്രങ്ങളിൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. അത് വെറും വിശ്രമ കേന്ദ്രങ്ങളാണ്. വീടില്ലാത്തവനുള്ള വീടാണ് ഈ ദുനിയാവ്. വമാലുമല്ലാ മാലലഹു, യഥാർത്ഥ സമ്പത്തില്ലാത്തവനുള്ള സമ്പത്തുമാണ് ദുനിയാവ്. വലഹാ യജ്മഉ മല്ലാ അഖ്ല ലഹു, ബുദ്ധിയില്ലാത്തവൻ ദുനിയാവിനെ സംഭരിക്കും. ബുദ്ധിയുള്ള ആളുകൾ ദുനിയാവ് അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കും ആഖിറത്തിന് വേണ്ടി. ഇമാം ബുസീരി തങ്ങൾ പറഞ്ഞില്ലേ, ഒമയ്യബിഉ ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമീ. ആഖിറത്തെ വിൽപ്പന നടത്തി ദുനിയാവിന് പകരം. തിരിച്ചാ വേണ്ടത്. ദുനിയാവിനെ വിൽക്കണം ആഖിറത്തിന് പകരം. നേരെ തിരിച്ചായാൽ എബില്ലഹുൽ ഗബ്ൻ, അവന് നഷ്ടം ഉണ്ടാകുക, ലാഭം ഉണ്ടാകൂല. എല്ലാത്തിലും നഷ്ടം ഉണ്ടാകുക. ഫീ ബൈഇൻ വഫീ സലമി, ഇവിടെ നടത്തുന്ന വ്യവഹാരങ്ങളിലും. ആഖിറത്തിൽ സലം എന്ന് പറഞ്ഞാൽ അറബിയിൽ അവധിക്കച്ചവടമാണ്. അത് അവിടെ കിട്ടുന്നതാണ്. അവിടത്തേലൊക്കെ നഷ്ടമാണ്. ദുനിയാവിലും നഷ്ടം, ആഖിറത്തിലും നഷ്ടമാണ്. അപ്പൊ ദുനിയാവിനെ കാണേണ്ട ഒരു മുഖമുണ്ട്. ആ മുഖത്തിൽ ദുനിയാവിനെ കാണണം. മഹാന്മാരൊക്കെ കണ്ട വിധം ദുനിയാവിനെ ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ദുനിയാവ് ശരിക്ക് എല്ലാവർക്കും ഉള്ള ലോകമല്ല. ദുനിയാവ് ശരിക്ക് 4 വിഭാഗം ആളുകളുടേതാണ്. ഇന്നമദ്ദുന്യാ ലി അർബഅതി നഫർ, 4 വിഭാഗം ആളുകൾക്കുള്ളതാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. ഒരു വിഭാഗം ആളുകൾ അബ്ദിൻ റസഖഹുല്ലാഹു ഫീഹാ മാലൻ വഇൽമൻ, അല്ലാഹു അറിവും സമ്പത്തും കൊടുത്ത ഒരു വിഭാഗം.
രണ്ടുമുണ്ട്, അറിവുമുണ്ട്, സമ്പത്തുമുണ്ട്. പക്ഷെ എന്താ ജീവിതം? ഫഹുവ യത്തഖീ ബിഹി റബ്ബഹു. അറിവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും റബ്ബിനെ തഖ്വ ചെയ്യുന്നു. വയസിലു ഫീഹി റഹിമഹു. കുടുംബബന്ധം പുലർത്തുന്നു. അതിന് സമ്പത്ത് വേണം. അങ്ങനെയുള്ള ആളുകളിൽ അല്ലാഹു പെടുത്തി തരട്ടെ. അത് നല്ലതാ. ആദ്യം പറയുന്ന രണ്ട് വിഭാഗം. വയഅമലു ലില്ലാഹി ഫീഹി ബിഹഖിഹി. അവന്റെ അറിവിലും സമ്പത്തിലും അല്ലാഹു നിശ്ചയിച്ച അവകാശമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഫഹാദാ ബി അഫ്ളലിൽ മനാസിൽ. ഇതാണ് ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളുടെ സ്റ്റേജുകളിൽ ഏറ്റവും ഉത്തമമായ സ്റ്റേജ്. മാലും ഇൽമും രണ്ടുമുണ്ട്. ഉദാഹരണമായി പറയാൻ പറ്റുന്ന ഒരുപാട് മഹാന്മാരെ നമുക്ക് ഇങ്ങനെ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, മാലും ഉണ്ട്, ഇൽമും ഉണ്ട്. ആ സമ്പത്ത് കൊണ്ട് എങ്ങനെയാ ജീവിച്ചത്? റബ്ബിനെ തഖ്വ ചെയ്ത് കുടുംബബന്ധം പുലർത്തി, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി അതിന്റെ അർഹതക്കനുസരിച്ച് കൊടുത്ത് നല്ലവർക്ക് ജീവിച്ചു. ചിലരങ്ങനെ പറയും, സമ്പത്ത് പെരുപ്പിക്കുന്നത് ഇസ്ലാം ഒരിക്കലും വിലക്കിയിട്ടില്ല. ചിലർക്ക് അങ്ങനെ തോന്നും, സമ്പത്ത് തീരെ പെരുകാൻ പാടില്ല. പക്ഷെ സമ്പത്ത് പെരുകുന്നതല്ല തെറ്റ്. ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് തെറ്റ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സംഭരിച്ചത് ആ ദുനിയാവ് കൊണ്ട് തഖ്വ ചെയ്ത് ജീവിക്കാനാണ്. ഇല്ലാത്തവരുടെ കണ്ണീരൊപ്പി ശ്രേഷ്ഠ വിഭാഗമായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് സ്വതക്ക കൊടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ കഴിയുന്നതൊക്കെ കൊടുത്ത് കച്ചവടം ചെയ്ത് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം എപ്പോഴും ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വെച്ചിട്ട്, ഇതാ ഇത് ഇന്നലെ കഴിഞ്ഞ കച്ചവടത്തിന്റെ ലാഭമാണ്, വേർക്കണം എന്ന് പറയും. ചിലപ്പോ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങൾ വരി വരിയായി നിന്ന് നോക്കും. 700 ഒട്ടകങ്ങളുടെ പുറത്ത് ചരക്ക് പോകും. നമ്മളെ നാട്ടില് ഒരു മുതലാളിന്റെ 10 ലോറി പോകുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ എത്ര ഫോട്ടോ എടുക്കും? അതൊക്കെ ഒരു മുതലാളിന്റെ 10 ലോറി. കുറച്ച് ഒന്ന് നിൽക്കിട്ടോ, ഒരു മിനിറ്റ് ഒന്ന് ഫോട്ടോ എടുക്കണം. 10 ലോറി ഒരു മുതലാളിൻ്റെതാണ്. ഇത് 10 അല്ല, 100 അല്ല, 700 ഒട്ടകങ്ങൾ. ആ സമ്പാദ്യത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മഹാനവറുകൾ തഖ്വ ചെയ്ത് ജീവിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാലും ഇൽമും ഉള്ള മഹാനായിരുന്നു. ഇനിങ്ങനെ താഴോട്ട് വന്നാലൊക്കെ നമുക്ക് കാണാം ഇമാമുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അവർക്ക് അല്ലാഹു തആല ഇൽമും കൊടുത്തിട്ടുണ്ട്, മാലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ട് വിഷയത്തിലും പരാജയപ്പെട്ടിട്ടില്ല. ഇൽമ അനുസരിച്ച് അമൽ ചെയ്ത് അതിനനുസരിച്ച് സമ്പത്ത് നീക്കുവെക്കുകയും, എന്നാ പിന്നെ അത് ഉന്നതമായ ഗ്രേഡാണ്. രണ്ടാമത്തെ സ്ഥാനം അബ്ദിൻ റസഖഹുല്ലാഹു ഇൽമൻ. അല്ലാഹു അറിവ് നൽകിയിട്ടുണ്ട്, വലം യർസുഖുഹു മാല. സമ്പത്ത് നൽകിയിട്ടില്ല. അയാളെ താഴ്ന്ന ആളാന്ന് കരുതണ്ട. ഫഹുവ സ്വാദിഖുൻ നിയ്യ. പക്ഷേ നല്ല സദുദ്ദേശം അദ്ദേഹത്തിനുണ്ട്. ലൗ അന്നലി മാലൻ, എനിക്ക് അല്ലാഹു തആല സമ്പത്ത് തന്നിരുന്നെങ്കിൽ ലഅമിൽതു ബിഅമലി ഫുലാൻ ഇബ്നു ഫുലാൻ, മൂപ്പരാ ചെയ്യും പോലെ ഞാനും ചെയ്യും. എപ്പോഴും മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യം. സമ്പത്തിനോടുള്ള ഹിർസ് അല്ലത്, അതിനെ അലച്ചാന്ന് പറയില്ല. ഇത് നല്ല ഉദ്ദേശം. സ്വാദിഖുൻ നിയ്യ. കിട്ടാത്തതിനുള്ള പരാതിയല്ല, കിട്ടിയാൽ ഇങ്ങനൊക്കെ ചെയ്യണമെന്നുള്ളൊരു പ്ലാന്, ഒരു പദ്ധതി. ഇത് രണ്ടും രണ്ടുപേർക്കും ഫഅജ്റുഹുമാ സവാ, രണ്ടുപേർക്കും കൂലി ഒരുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സമ്പത്തും ഇൽമും അല്ലാഹു ഒരുമിച്ച് കൂട്ടി നൽകിയ ആൾക്കും ഇൽമു മാത്രം നൽകി ഓരോരുത്തരും ഇങ്ങനെ സ്വതക്ക കൊടുക്കുമ്പോൾ മനസ്സിലിങ്ങനെ ഒരു പൂതി, പഠിച്ചോനെ സമ്പത്തുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കായിരുന്നു, ഇങ്ങനെ കൊടുക്കായിരുന്നു. ഉണ്ടായിട്ടും കൊടുക്കാൻ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാനുള്ള ഒരു ആഗ്രഹമോ അല്ല. ഉണ്ടെങ്കിൽ ഞാനും അങ്ങനെ കൊടുക്കായിരുന്നു എന്നുള്ള നല്ല ലക്ഷ്യം. അജ്റുഹുമാ സവാ, രണ്ടുപേർക്കും ഒരുപോലെയാണ് കൂലി. മൂന്നാമത്തെ വിഭാഗം അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ, സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്, വലം യർസുഖുഹു ഇൽമൻ, അറിവ് നൽകിയിട്ടില്ല. നമ്മൾ ഈ കാണുന്ന ദുനിയാവിൽ ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ട്.
സമ്പത്ത് നൽകിയിട്ടുണ്ട്, ഇൽമില്ല. പക്ഷേ ഫഹുവ യതഖബ്ബതു ഫീ മാലിഹി ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ സമ്പത്തിൽ അയാൾ പലതും ചെയ്തു കൂട്ടുന്നു. ലാ യത്തഖീ ഫീഹി റബ്ബഹ്, റബ്ബിനെ സൂക്ഷിക്കുന്നില്ല, തഖ്വ ചെയ്യുന്നില്ല. വലാ യസിലു ഫീഹി റഹിമ, അതിൽ കുടുംബബന്ധം ചേർക്കുന്നില്ല. വലാ യഅമലു ഫീഹി ബിഹഖ്, അർഹത അനുസരിച്ച് അതിൽ പ്രവർത്തിക്കുന്നില്ല, അവകാശമനുസരിച്ച്. ഫഹാദാ ബിഅഖ്ബതിൽ മനാസിൽ, ഇതേറ്റവും താഴേക്കിടയിലുള്ള സ്ഥാനമാണ്. അപ്പോഴാണ് ആൾക്കാർ വിചാരിച്ച സമ്പത്ത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് സമ്പത്ത് കൊടുത്തു, ഇൽമു കൊടുത്തില്ല. അപ്പൊ അതിലെന്താ ചെയ്യേണ്ടത്? അത് വിവിധ റൂട്ടിൽ ചെലവഴിക്കും. എങ്ങനെ? അത് പിന്നെ തല്ലാൻ വേണ്ടി കുറച്ച്, കൊല്ലാൻ വേണ്ടി കുറച്ച്, പിന്നെ കുറച്ച് മദ്യപിക്കാൻ വേണ്ടി, കുറച്ച് അനാവശ്യം വിളിച്ചറിയുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു കൂലി. എത്ര ആളുണ്ടെന്ന് വെച്ചു? അനാവശ്യം മുദ്രാവാക്യം വിളിക്കും. എത്ര ആണ്? ഓരോരുത്തർക്ക് 1000 വെച്ച് എന്നാലും വിളിക്കും. 1000 അങ്ങനെ കൊടുക്കണേ. ഇങ്ങനെ തുടങ്ങി ഓരോ വിഷയത്തിലും അയാൾക്ക് ഇൽമില്ലാത്തത് കൊണ്ട്, അയാളെ അമലൊക്കെ മോശമായതുകൊണ്ട് സിനക്ക് വേണ്ടി അയാൾ കാശ് കൊടുക്കും. ജീവിതത്തിൽ കൃത്രിമമായിട്ട് വികാര നിർവഹണം നടത്തുന്നതിന് അയാൾക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള മയക്കുമരുന്ന് അയാൾ വില കൊടുത്തു വാങ്ങുന്നു. ഇൽമില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി ചോദിക്കാനും തയ്യാറല്ല. ഈ സമ്പത്ത് കൊണ്ടൊക്കെ വിവിധ രൂപത്തിൽ വഴികേടിലേക്ക് അയാൾ പോകുന്നു. ഏറ്റവും ദുഷിച്ച സ്ഥാനം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ വേണ്ട, അങ്ങനത്തെ ഒരു സമ്പത്ത് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചില്ലേ? വഅഊദു ബിക മിൻ ഗിനൻ യുത്ദി, അല്ലാഹുവേ വഴി പിഴപ്പിക്കുന്ന, വഴി തെറ്റിക്കുന്ന ഐശ്വര്യം തരരുത്, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അങ്ങനെ ആരും ആഗ്രഹിക്കണ്ട, അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. നാലാമത്തെ വിഭാഗം അബ്ദുൻ ലം യർസുഖുഹു അല്ലാഹു മാലൻ വലാ ഇൽമ, സമ്പത്തും അല്ലാഹു നൽകിയിട്ടില്ല, ഇൽമും നൽകിയിട്ടില്ല, അറിവുമില്ല, സമ്പത്തുമില്ല. അവൻ പറയും, എപ്പോഴും വിചാരിക്കും, ലോ അന്നലി മാലൻ അമിൽതു ബി അമലി ഫുലാൻ, സമ്പത്തുണ്ടെങ്കിൽ അയാളെ അടിച്ചു പൊളിക്കുമ്പോൾ ഞാൻ അടിച്ചു പൊളിക്കും. എന്താണ് അയാളെ സുഖം നിറയുന്നത്? ഓരോ ദിവസവും ഓരോ സുന്ദരികളാണ്. അയാളൊക്കെ എന്ത് സുഖം നിറയും. ഏത് ആളെയും അയാൾ കിട്ടും, ഏത് വിഷയത്തിലും അയാളെ പേര് കൊടുങ്ങൂല. കാരണം അയാളെ പണത്തിന്റെ കീഴിലാണ് എല്ലാവരും. അതുകൊണ്ട് എന്തും നടക്കും. കാശുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ജീവിക്കണം. ഇത് ഈ മോഹം പറയുന്ന ആളും, ഇയാൾക്ക് സമ്പത്തൊന്നുമില്ല, ഇൽമുമില്ല, സമ്പത്ത് ഉണ്ടായിട്ട് ഇൽമില്ലാതെ ജീവിക്കുന്ന അവനും വിസുറുഹുമാ സവാ, രണ്ടുപേരുടെയും കുറ്റം ഒരുപോലെയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ ഉദ്ദേശമാണ് ഇവനുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് ഉണ്ടാകണമെന്നും ഉണ്ടായിട്ട് ജീവിക്കേണ്ട ക്രമവും ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗത്തിലാണ്. അവർക്ക് രണ്ടുപേർക്കും നല്ല കൂലിയാണ്. ദുനിയാവിനെ കാണേണ്ടത് അങ്ങനെയാണ്. ദുനിയാവ് ഈ 4 വിഭാഗം ആളുകളാണ്. അഞ്ചാമത്തെ വിഭാഗം ദുനിയാവിൽ കാണാൻ കഴിയില്ല. നമ്മൾ എണ്ണി നോക്കിയ ഈ 4 വിഭാഗത്തിനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 വിഭാഗത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ മഹാന്മാര് കണ്ടതുപോലെ ദുനിയാവിനെ വീക്ഷിക്കും. അതിന് എതിരായിട്ട് മറുത്ത് ചിന്തിക്കരുത്. ദുനിയാവിനെ ആശിച്ച് ദീന് നഷ്ടപ്പെടുത്തി, അമല് നഷ്ടപ്പെടുത്തി, ഇഖ്ലാസ് നഷ്ടപ്പെടുത്തി, ഈമാന് നഷ്ടപ്പെടുത്തി, ദുനിയാവോ ദുനിയാവ് എന്ന് പറഞ്ഞ് സദാസമയത്തും അതിന്റെ പിന്നാലെ കൂടരുത്. ആവശ്യമുള്ളത് നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അല്ലാഹു തആല തരും. അവന്റെ ഖജനാവിൽ ഒരു കുറവുമില്ല. എല്ലാവർക്കും ഒരുപോലെ കൊടുത്താലും ഒന്നും കുറയാനും പോകുന്നില്ല. അങ്ങനെ ദുനിയാവിനെ കണ്ട് ജീവിക്കണം. അതേ സമയത്ത് വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, ആഖിറം ലക്ഷ്യം വെക്കുന്ന ആള്, പരലോകം ഉദ്ദേശിക്കുന്നവൻ, പാരത്രിക ലോകം ഉദ്ദേശിക്കുന്നവൻ, അവിടെയുള്ള സുഖങ്ങളൊക്കെ വേണം,
എന്നും നിലനിൽക്കുന്ന സുഖം വേണം, സുന്ദരമായ സ്വർഗീയ ഭവനം വേണം, അംബിയ ഔലിയാഇന്റെ കൂടെ സമ്പർക്കം വേണം, അല്ലാഹുവുമായി സലാം പറയാനും സംസാരിക്കാനും വേദി വേണം, എപ്പോഴും അർശിന്റെ ചുവട്ടിൽ നിന്ന് തസ്ബീഹിന്റെ സുന്ദരമായ ശബ്ദം കേൾക്കണം. ഇങ്ങനെ ആഖിറത്തിലുള്ള അതിർപ്പങ്ങളൊക്കെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആഖിറത്തെ ഉദ്ദേശിക്കുന്നവൻ, അതിനുവേണ്ടി തേടുന്ന ആള്, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. അത് ചെറിയ വിഷയമല്ല. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉദ്ദേശം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഉദ്ദേശം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല. അധ്വാനിക്കേണ്ടതിന് അധ്വാനിക്കുക തന്നെ വേണം. വെറുതെ ഉദ്ദേശം ഉണ്ടായിട്ട് മാത്രം എന്താ കാര്യം? ഉദ്ദേശം ഉണ്ടോ? ഉദ്ദേശമൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷെ ആ ഉദ്ദേശം അനുസരിച്ചുള്ള സഅയ്, അധ്വാനം, പ്രവർത്തനം അതില്ലേ? അതില്ലെങ്കിൽ നടക്കൂല. ചെറിയ കണ്ടീഷൻ ഒന്നല്ല അല്ലാഹു തആല വെച്ചത്. വിശ്വാസിയായ നിലക്ക്, മുഅ്മിനായ നിലക്ക് ആഖിറത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനം. വഹുവ മുഅ്മിൻ എന്ന വാക്ക് വിശദീകരിച്ചുകൊണ്ട് ഇമാം അബൂ ഹയ്യാൻ തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, രക്ഷപ്പെടുന്നതിൽ ഏറ്റവും വലിയ നിബന്ധനയാണ് ഈമാൻ. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഈമാൻ ഇല്ലാതെ ഇവിടെ ചെയ്തിട്ടും ആഖിറത്തിലേക്ക് എത്തിയിട്ടും ഒരു കാര്യമില്ല. അത് ഒരു കണ്ടീഷനാണ്, ഒരു ശക്തമായ ഒരു നിയമമാണ്, ഉപാധിയാണ് ആ വെച്ചത്. വഹുവ മുഅ്മിൻ. മഹാനവർകൾ പറഞ്ഞു, ഒരാൾ അധ്വാനിച്ചു, അധ്വാനിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷെ ഈമാൻ ഉണ്ടായിട്ടല്ലാതെ അതിനൊന്നും പ്രയോജനപ്പെടും. ആഖിറത്തിൽ അങ്ങനെ കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന ആള് ഈമാനോടുകൂടെ പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം പ്രവർത്തിക്കണം. പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ ഖുർആൻ പണ്ഡിതന്മാർ വിവിധ രൂപത്തിൽ ആ വാക്ക് വിശദീകരിച്ചിട്ടുണ്ട്. പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം പരലോകത്തേക്ക് എത്താനുള്ള വഴിയിൽ നിന്ന് അത് ശരിക്ക് അന്വേഷിച്ചു പിടിക്കണം. വഹുവ മുതാബഅത്തുർ റസൂൽ. ഇബ്നു കസീർ പറഞ്ഞു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റലാണ്. പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അഭിപ്രായം അനുസരിച്ചോ വേറെ ആരെങ്കിലും കൽപ്പിക്കുന്നതോ മോഡലോ ആയി ചെയ്യുന്നതോ കണ്ടിട്ടുള്ളതാകരുത്. ചെയ്യുന്നതിന് പിൻബലം വേണം. ആരുടെ പിൻബലം? ആര് ചെയ്ത് കാണിച്ചു തന്ന പിൻബലം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചു തന്ന പിൻബലം വേണം. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ചില മോഡേൺ ശൈലികളൊക്കെ ഈ മുതാബഅത്തിന്, ഈ അനുധാവനത്തിന് എതിരാണ്. അത് കൂടുതലായി വരികയാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഏറ്റവും ഉത്തമം, വിഷമൊന്നുമില്ലെങ്കിൽ രോഗമൊന്നുമില്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം. അതാണ് ഏറ്റവും ഉത്തമം. പക്ഷെ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന ശൈലികളിൽ പൊതുവെ കൂടുതലായി പുതിയ പുതിയ സംരംഭങ്ങളിലും ഹോട്ടലുകളിലും മറ്റൊക്കെ കണ്ടുവരുന്ന എന്താണെന്നറിയോ? എന്താ അതിന്റെ പേര്? ഒരു പുതിയ ഒരു 3-4 കൊള്ളികളൊക്കെ കൈയിന്റെ വിരല് ഇങ്ങനെ കുത്തിയിട്ട് ഒരു JCB അടിക്കും പോലെ ഒന്നും പറിച്ച് അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്ന ശൈലി, അത് സുന്നത്തിനെതിരാണ്. എന്നിട്ട് ആ 4 സ്പൂൺ പേരൊക്കെ ഉണ്ട്. ആ പേര് നമ്മൾ പബ്ലിസിറ്റി ചെയ്യാൻ ആവശ്യമില്ല. ആൾക്കാർ അത് പഠിച്ചു പോലെ. ആൾക്കാർക്കൊക്കെ ആ പേര് എനിക്കറിയാത്ത നോക്കണ്ട. എന്നിട്ട് ആ കോലുകളൊക്കെ അവിടെ ഇട്ട്
പകുതി ഭക്ഷണം ബാക്കിയിട്ട് എണീറ്റ് പോകും. എത്ര ഓർഡർ ചെയ്തത്? നിനക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്താൽ മതി. ഒരു ഫുൾ കോയി കഴിച്ചത് എത്ര? ഹാഫ്. ബാക്കി മുക്കാലും വേസ്റ്റ് കൊട്ടയിലേക്ക്. വിശക്കുന്നവന്റെ മനസ്സിന്റെ ഒരു ചെറിയ വേദന പോലും ആ വാങ്ങി വെറുതെ ആക്കുന്ന മനുഷ്യന് ഇല്ല. എത്ര അവൻ കൊടുത്തത്? 500 600 രൂപ. കഴിച്ചത് എത്ര? കാൽഭാഗം. ഇനി മുക്കാൽ ഭാഗം വർക്കത്തിന് ആരെങ്കിലും കഴിക്കോ? ഇയാളത് പൊതിഞ്ഞ് കടലാസിലാക്കി വീട്ടിൽ കൊണ്ടുപോകോ? ഇല്ല. അതൊരു മോഡലാ. എത്ര കഴിക്കാവൂ? അപ്പൊ അപ്പുറത്തുണ്ട് ഒരു ക്ലാസ്സിൽ ജ്യൂസ് വാങ്ങിയിട്ടുണ്ട്, വലിയ ഒരു ക്ലാസ്സിൽ, ഞാൻ കുത്തനെയും മറ്റൊക്കെ ഉള്ള ക്ലാസ്സിൽ. എത്ര കുടിച്ചത്? 2 മുറുക്ക്. കണ്ടില്ലേ നിങ്ങൾ ആളുകൾ ചെയ്യുന്നത്? ഇത് സത്യത്തിൽ എത്ര വലിയ എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണത്തിന്റെ രീതി വളരെ കൃത്യമായി പഠിപ്പിച്ചെന്നില്ലേ? നമ്മുടെ ഈ നല്ല മാർബിൾ ഇട്ട ടൈലിട്ട, എന്നൊക്കെ അധികം അങ്ങനെയല്ലേ വീട്, കേടായി പറയല്ലേ ഞാൻ, അങ്ങനത്തെ വീട്ടില് മേശയിൽ നിന്നോ നമ്മുടെ കയ്യിൽ നിന്നോ പ്ലേറ്റിൽ നിന്നോ ഒരു ചെറിയ മുന്തിരി, അല്ലെങ്കിൽ എന്ന് രാവിലെ വൈകുന്നേരമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന വീടാ. എപ്പോഴും ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന നേഴ്സുമാരിനുള്ളതല്ല. താഴെ വീണ അത് ഏതെങ്കിലും ഒരു കുട്ടി എടുക്കാൻ പോയ അപ്പോൾ പറയും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? പ്ലേറ്റിൽ നിന്ന് തളികയിൽ നിന്ന് തെറിച്ച് വീണത് ഒരാൾ എടുത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നീക്കി ഭക്ഷിച്ചാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊക്കെ അള്ളാഹു ആഫിയത്ത് കൊടുക്കും. ആരോഗ്യത്തിന് അതൊരു കാരണമാണ്. കാരണം നല്ല ബർക്കത്ത് അതിലുണ്ട്. എന്തിനാ അത് തള്ളിക്കളയുന്നത്, വെറുതെ ആക്കുന്നത്? ഇങ്ങനെ തുടങ്ങിയാൽ മുത്താബഅത്തിന്റെ അനുധാവനത്തിന്റെ വിഷയത്തിൽ നിന്ന് എത്രയോ പുറകോട്ട് പോയി. ഒരാൾ വെള്ളം കുടിച്ചിട്ട് വെള്ളം തന്ന വെള്ളം കൈവിന്റെ പരമാവധി പാകത്തിനൊഴിക്കാം, അല്ലെങ്കിൽ കുടിക്കുന്നത് മുഴുവനായി കുടിക്കാം. 1/2 ഗ്ലാസ് വെള്ളം കുടിച്ച് ബാക്കി 1/2 ഗ്ലാസ് എന്തിനാ ഒഴിച്ചു കളയുന്നത്? ആ വെള്ളത്തെ കുറിച്ച് ചോദ്യല്ലേ ആഖിറത്തിൽ? ഇതാരായി വെള്ളം തന്നത്? സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിയാൽ വീട്ടിൽ വേസ്റ്റ് വരുന്ന ഭക്ഷണങ്ങൾ ഏതെങ്കിലും കന്നുകാലികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളോ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അല്ല, ആ പഴയത് കൊണ്ട് പുതിയ മോഡലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുണ്ടല്ലോ സംവിധാനം, എന്നാലും കുഴപ്പമില്ല. ഇതങ്ങനെ കൊണ്ടുപോയി തള്ളുകയാണെങ്കിൽ ഓരോ ഹബ്ബിനും ധാന്യത്തിനും അനുസരിച്ചൊരു ചോദ്യം വരാനില്ലേ? ആരായി ഭക്ഷണം തന്നത്? എന്തിനാ ഇതിങ്ങനെ തള്ളുന്നത്? എന്തിനാ അങ്ങനെ ഒഴിവാക്കുന്നത്? ധാരാളിത്തം, പടച്ച റബ്ബിനെ പേടില്ലാത്തത് കൊണ്ട് വരുന്ന വിഷയമാണ്. ഇതൊക്കെ മുത്താബഅത്തിന്റെ എതിരാണ്. ഇനി അഥവാ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ആ പ്ലേറ്റ് ഒന്നിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ വടിക്കുകയാണെങ്കിൽ എന്താ ഉസ്താദേ, ഭക്ഷണം മതിയായിട്ടില്ലേ? അപ്പൊ ഒരു ചോദ്യം, ഇതൊരു സുന്നത്താണ്. ആ പ്ലേറ്റ് വൃത്തികേടാക്കിയിട്ടിട്ടല്ല പോകേണ്ടത്. വെള്ളം ഒഴിച്ച് അത് കുടിക്കൽ വരെ സുന്നത്താണ്. അതിനോടൊക്കെ നമുക്ക് ഒരു അലർജി തോന്നുന്നുണ്ടോ? ആയിട്ടില്ല. ആഖിറത്തിന് പ്രവർത്തിക്കും പോലെയുള്ള പ്രവർത്തനം എന്നതിന് ഇബ്നു കസീർ കൊടുത്ത തഫ്സീറാ ഞാൻ വായിച്ചത്. എന്താണ് വേണ്ടത്? മുതാബഅത്തുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിൻപറ്റുക. വെള്ളം ഉപയോഗിക്കുന്നിടത്ത്, കുളിക്കുന്നിടത്ത്, ശുചീകരണത്തിൽ ഒന്നും അമിതം പാടില്ല. വലിയ പരീക്ഷണങ്ങൾ അതിന്റെ പിന്നിൽ വരും. 3 അംഗ കുടുംബം താമസിക്കുന്ന വീട്ടിൽ ടാങ്കിൽ രാവിലെ വെള്ളം അടിച്ച് ഫുള്ളാക്കി. എത്ര ലിറ്റർ ടാങ്കാണ്? ഒരു 2000 അല്ലെങ്കിൽ 3000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക്. ആകെ 3 അംഗ കുടുംബ വീട്ടിലുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് ആരെ വീടാണെന്ന് ഇതിങ്ങനെ മേപ്പോട്ട് നോക്കണ്ട, ഉദാഹരണം പറയാം.
വൈകുന്നേരമാകുമ്പോഴേക്ക് ഈ വെള്ളം മുഴുവനും കാലിയായി. രണ്ടാമത് വീണ്ടും വെള്ളം പമ്പ് ചെയ്യുന്നു. ഈ 3 അംഗ കുടുംബം തന്നെ ഈ വീട്ടിൽ നിന്നൊരു ചികിത്സക്ക് വേണ്ടി അവർ വേറെ സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു കുടം വെള്ളത്തിന്, കുടം എന്ന് പറഞ്ഞാൽ അവിടെ കുടന്നല്ലേ പറയാം, ഇതിലൂടെ പോയി ചില വാക്കുകളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാവും. ഒരു കുടം വെള്ളത്തിന് ചുരുങ്ങിയത് ഒരു 60 രൂപ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം എത്ര കുടം വെള്ളം വാങ്ങും? അവർക്ക് ഓരോരുത്തർക്കും ഒരു കുടവും, 3 ആളുകളല്ലേ. ഭക്ഷണം പാചകം ചെയ്യാനും വൃത്തിയാക്കാനും കൂടി 2 കുടവും വാങ്ങും. എന്നാലും രാത്രിയാകുമ്പോഴേക്ക് ഒരു കുടം വെള്ളം ബാക്കിയുണ്ട്. സ്വന്തം വീട്ടിലെത്തിയാൽ എത്ര ലിറ്ററാ ചെലവ്? വേറെ സ്ഥലത്തെത്തിയിട്ട് ഒരു കുടത്തിന് 60 രൂപ കൊടുക്കണം എന്ന് പറയുമ്പോ എത്ര പെട്ടെന്നാ കൃത്യമാക്കിയത്. ഇതേ കൃത്യമാക്കുന്ന അളവ് തന്നെയാണ് ഈ വീട്ടിലും വെള്ളം തന്നത് അള്ളാഹുവാണ്. കാശ് കൊടുത്ത കുടത്തിലെ വെള്ളം തന്നതും അള്ളാഹുവാണ്. അവിടെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ കഴിയുന്നത്. ചിലർ കുളിക്കാൻ പോകുമ്പോഴേക്കെന്നെ പറയും മോട്ടർ ഇട്ടോളിട്ടോ. അയാൾ കുളിക്കാൻ കയറിയിട്ടുണ്ട്, മോട്ടർ ഇട്ടോളി. കാരണം കുളി തീരണമെങ്കിൽ വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഇടയിലെങ്ങാനും നിന്നുപോയാൽ പിന്നെ തലക്കുന്ന പിന്നെയും തുടങ്ങും. അപ്പൊ കുളി ഇപ്പൊ അടുത്തൊന്നും തീരൂല. അങ്ങനെ കുളിക്കരുത് സഹോദരന്മാരെ, സഹോദരിമാരെ. മുതാബഅത്തിനെതിരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളു എടുത്തതും കുടിച്ചതൊക്കെ നമ്മൾ നേർക്ക് നേരെ അതിന്റെ രൂപം കാണും അറബികളിൽ, ഇപ്പോഴും കാണും. നമ്മളും അങ്ങനെ ചെയ്യും. എവിടെ കുടുങ്ങിയാൽ ഒരു കുപ്പി വെള്ളം, വലിയൊരു കുപ്പി വെള്ളം വാങ്ങി 20 രൂപക്ക് 30 രൂപ, കുറച്ച് അത്യാവശ്യം ഉളു എടുക്കാൻ വാങ്ങിയതാണ്. അപ്പൊ ഒരു വക്തിന് വാങ്ങി, കാരണം അവിടൊക്കെ ഉപ്പ് ജലമാണ്, നല്ല കട്ടിയുള്ളത്, അതുകൊണ്ട് ഉളു എടുക്കാൻ കഴിയില്ല. അപ്പൊ ഒരു കുപ്പി വെള്ളം വാങ്ങി ഉളു എടുത്തു. ശരിക്കും 3 പ്രാവശ്യം തന്നെ കേകി ഉളു എടുത്തു. കാലോ കേകിയിട്ട് പിന്നീട് കുപ്പിയിൽ ഇത്ര വെള്ളം, ഇതെങ്ങനെ? എന്നാ പിന്നെ ഇവിടെ ഉളു എടുക്കുന്ന വെള്ളം നോക്കുമ്പോഴോ അങ്ങനത്തെ 4 കുപ്പി വെള്ളം. നമ്മളിപ്പോ ആ ഉളു എടുത്തിട്ട് കുപ്പിയിൽ ബാക്കിയുള്ള വെള്ളവും ഉളു എടുത്ത വെള്ളവും കൂട്ടി നോക്കുമ്പോ എത്ര ഉണ്ടാകുക? ശരിക്ക് 1 മുദ്ദ്, ഏറിയാലോ 1.5 മുദ്ദ് കൂട്ടി നോക്കിയാൽ അത്ര ഉണ്ടാവുള്ളൂ. അതെന്തേ അങ്ങനെ വന്നത്? ഇപ്പൊ അടുത്ത ഭക്തിനും വെള്ളം നന്നായിട്ട് ഉപയോഗിച്ചാൽ കാശ് കൊടുത്ത് വാങ്ങണ്ടേ? അപ്പൊ അത് ഇങ്ങനെ നിൽക്കട്ടെ, കുറച്ച് ചെറിയ കുപ്പി വാങ്ങിയാൽ മതി. അവിടെ നമ്മുടെ അവസ്ഥ മാറുന്നുണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ നമ്മൾ കൂട്ടി നോക്കുമ്പോ എല്ലാം ധാരാളിത്തം കുറക്കും. മറ്റൊന്നുകൂടി ഞാനത് ഇവിടെ പറയട്ടെ, പിന്നെ പറയാൻ കഴിയും. സഹോദരിമാരും സഹോദരന്മാരും നിർത്തണം, നിർത്തിയേ പറ്റും. അല്ലെങ്കിൽ ഇനിയും അതിലപ്പുറം എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പൊ നാട്ടിലൊക്കെ ഉണ്ടൊരു സ്വഭാവം, കുടുംബത്തിൽ ഒരു മാസത്തിൽ 4 കല്യാണം ഉണ്ടെങ്കിൽ 4 കൂട്ടം ഡ്രസ് എടുക്കാം. കഴിഞ്ഞ ശനിയാഴ്ച ഒരു കല്യാണം, കഴിഞ്ഞു. ഏതോ കുടുംബത്തിൽ വകുപ്പുള്ള ഒരു കല്യാണം. നേരെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അടുത്തൊരു കല്യാണം. അതിന് ആ ഡ്രസ്സ് പോരാ. ആരാണ് ഈ കല്യാണത്തിന് പോകുന്ന ആൾക്കാർ? ഇന്നലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാ, അതിനൊരു ഡ്രസ്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു കല്യാണം, അതിനൊരു ഡ്രസ്. 4 മാസമാകുമ്പോഴേക്ക് ആ വീട്ടിലുള്ള ഡ്രസ്സ് ഒരാളുടേത് കൂട്ടി നോക്കിയാൽ തന്നെ 30 കൂട്ടം, പഴയതും പുതിയതൊക്കെ കൂടി കൂട്ടിയിട്ട്. നമ്മുടെ ധാരാളിത്തത്തിന്റെ ഒരു വകയാണ്. എന്തിനാണത്? പാകത്തിനുള്ള ഡ്രസ്സ് പോലെ. എന്നിട്ട് തലേണയിലേക്ക് നിറക്കാനില്ല, കാരണം തലേണ അത്രയും നിറച്ചു കഴിഞ്ഞു അവിടെ. ഇനി ബാക്കിയുള്ള എന്താ ചെയ്യാ? കത്തിക്കാം. നല്ല വസ്ത്രങ്ങൾ, നല്ല പുതിയത് വാങ്ങാൻ കഴിയും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കീറിയിട്ടോ ഒന്ന് പിന്നീട്ടോ വെക്കുക. അത് കീറിപ്പോയി എന്ന് പറയും. കീറിയ വസ്ത്രങ്ങൾ തുന്നി ധരിക്കാൻ പറ്റൂല, കീറിയാൽ ഒഴിവാക്കണം എന്നാണ്, അല്ലേ? ആ കീറിയത് തുന്നൽ സുന്നത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുറഖിഉ ثൗബ്, വസ്ത്രം തുന്നുമായിരുന്നു. തുന്നലൊന്നും ഇപ്പൊ ആർക്കും അറിയില്ല. എവിടെങ്കിലൊക്കെ ഒന്ന് കീറിയാല് പതുക്കെ ഒരു ഭാഗത്തേക്ക് വെച്ച് പുതിയത് വേറെ വാങ്ങാൻ. മുതാബഅത്തിന്റെ മേഖലയിൽ നിന്ന് പൂർണ്ണമായും മാറരുത്. മാറിയാ പിന്നെ നമ്മുടെ ലക്ഷ്യം നടക്കും.
ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക. ആഖിറത്തിന് വേണ്ടിയുള്ള അധ്വാനം യോജിച്ച രീതി. എന്താണത്? വഹുവല്ലിത്തിയാനു ബിമാ ഉമിറു. മറ്റൊരു തഫ്സീറിൽ കാണാം കൽപ്പിക്കപ്പെട്ടത് കൊണ്ടുവരിക. വൽ ഇൻതിഹാഉ അമ്മാ നുഹിയ, വിലക്കപ്പെട്ടത് വർജിക്കുക. അല്ലാതെ ലത്തഖറബു ബിമാ യഖ്തറഊന ബിഅറാഇഹിം, സ്വന്തം അഭിപ്രായങ്ങളെ കൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്നത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല, അങ്ങനെ അടുക്കാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ വസഅലഹാ സഅയഹ എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള താല്പര്യം, സഹോദരങ്ങളെ, നിയ്യത്തും ഇഖ്ലാസും സജീവമാക്കണം. അതില്ലാതെ പറ്റൂല. വഹുവ മുഅ്മിൻ, വിശ്വാസിയായ നിലക്ക്, ഈമാനുള്ളവനായ നിലക്ക്, ശരിയായ ഈമാനുള്ളവനായ നിലക്ക് വേണം അധ്വാനിക്കാൻ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു 3 നിബന്ധനകൾ വെച്ചു. ഒന്നാമത്തെ നിബന്ധന, ചെയ്യുന്ന കർമ്മം കൊണ്ട് ആഖിറത്തിന്റെ തവാബ് ഉദ്ദേശിക്കണം. ഈ ഉദ്ദേശം ഇല്ലെങ്കിൽ, ഈ നിയ്യത്തും ഇല്ലെങ്കിൽ അത് ഉപകരിക്കുകയില്ല. ഈ ഉദ്ദേശം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. ഉദ്ദേശങ്ങളെ കൊണ്ടാണ് അമലുകളുടെ സ്വഹത്ത്, സാധുതയുള്ളത്. അമലുകൾ സ്വഹീഹാകുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ്. നല്ല ഉദ്ദേശം. നിസ്കാരം വരെ എടുത്തു നോക്കിയാൽ അങ്ങനെയല്ലേ അവസ്ഥ. നിസ്കാരമൊക്കെ ഒന്ന് പൂർണ്ണാർത്ഥത്തിൽ സ്വഹീഹായി കിട്ടാന്ന് പറഞ്ഞാല് ചെറിയ വിഷയമല്ല. കാരണം മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ചു. മൊബൈൽ ഫോൺ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ പേടിയാണ്. ആരെങ്കിലൊക്കെ സംശയിച്ചു അങ്ങനെ ആഹ്ലത്തിന് വേണ്ടി തന്നെയുള്ള പ്രവർത്തനം നിയ്യത്ത് മാറിപ്പോകാൻ പാടില്ല. ഇഖ്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം നിയ്യത്താണ്. അതുകൊണ്ട് ചെയ്യുന്ന അമൽ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് മാറരുത് ഒരു ശർത്താണ്. രണ്ടാമത്തെ ശർത്ത്
ആഖിറത്തിലുള്ള പ്രവർത്തനമാകണം. ഇത് പറഞ്ഞപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാര് പലരും വിശദീകരിച്ചെടുത്ത് കാണാം, ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ശൈലി മാത്രം നോക്കിയിട്ടല്ല, ആഖിറത്തിന് വേണ്ടി ആഖിറത്തിന്റെ പ്രവർത്തനം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അത്രയും ആഖിറത്തിൽ അതിന് പ്രതിഫലാർഹമാണ് എന്ന രൂപത്തിലും ഭാവത്തിലും അത് ചെയ്യണം. ചെയ്യുന്നത് കൊണ്ട് ആഖിറത്തിൽ പ്രതിഫലം കിട്ടണം. മനുഷ്യന്മാര് പലരും റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകസീറും മിനൻ നാസി യതഖറബൂന ഇലല്ലാഹി തആല ബിഅമാലിൻ ബാത്തില. അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത് ബഹുഭൂരിഭാഗം ആളുകളും ബാത്തിലായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. അതിന് മഹാനവറുകൾ കാരണം പറഞ്ഞത്, ലോകത്ത് ബഹുഭൂരിപക്ഷം ഉള്ളത് സത്യനിഷേധികളാണ്. അവർ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ? ഇബാദത്തുൽ ഔസാൻ കൊണ്ടാണ്, വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടാണ്. ആഖിറത്തിൽ സവാബ് കിട്ടുന്ന അമല് പുണ്യകർമ്മമാകണം, അതേ ത്വാഅത്തുകളാകണം. അതിന് പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിക്കണം. അപ്പൊ മെനഞ്ഞുണ്ടാക്കുന്ന അഭിപ്രായങ്ങളെ കൊണ്ടുള്ള കർമ്മങ്ങൾ ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനാകൂല. എന്നാ അതിൽപ്പെട്ടത് വല്ലതും ഉണ്ടോ? ഓ, അതിൽപ്പെട്ടത് എത്ര ഉണ്ട്? അതിൽപ്പെട്ടതാണ് ഒരു കൂട്ടർ മെനഞ്ഞുണ്ടാക്കി. മദ്ഹബ് ഏതാ നിൽക്കുമ്പോ മദ്ഹബ് നിങ്ങൾ ചോദിക്കരുത് എന്ന് പറയും. പിന്നെ ഫാത്തിഹ ഓതുമ്പോ ബിസ്മി അങ്ങനെ ഓതണ്ടേ? മക്കത്തെ ഹറമിൽ ഓതുന്നില്ല. എന്നാ പിന്നെ ആ മക്കത്തെ ഹറമിൽ വേറെയും കുറെ സംഗതി ഉണ്ട്. ആ തെളിവെന്താ എടുക്കാത്തത്? തറാവി എത്ര? അത് മക്കത്തെ ഹറമ് നോക്കൂല, അത് ഇവിടുത്തെ ടൗൺ പള്ളിയെ നോക്കൂല. എന്നാ പിന്നെ അവിടുത്തെ ജുമുഅ ഖുതുബ എങ്ങനെ? അവിടുത്തെ വാങ്ങിന്റെ എണ്ണ എത്ര? അതും നോക്കാൻ പാടില്ല, ഇത് മാത്രമേ നോക്കാം. ബിസ്മി ഓതില്ല. നാ മക്കത്ത് ബിസ്മി ഓതണ ഇമാമിങ്ങളുടെ ബിസ്മി പതുക്കെ നമുക്ക് കേൾക്കാം. ഷാഫി മദ്ഹബുകാരെയും മറ്റും പരിഗണിച്ചുകൊണ്ട് ബിസ്മി പതുക്കെ ഓതുന്നുണ്ട് പല ഇമാമിങ്ങളും. ഇനി ഓതുന്നില്ലെങ്കിൽ തന്നെ അവര് നിശ്ചിത മദ്ഹബുള്ള ആളുകളാണ്. ഈ ഓതാത്ത ആളോ, അയാള് ലാ മദ്ഹബിയത്താണ്, ഒരു മദ്ഹബുമില്ല. ഷാഫി മദ്ഹബം, ഹനഫി മദ്ഹബം, ഞങ്ങൾക്കൊരു മദ്ഹബുണ്ട്. അതന്നെ. അതെന്താ? അത് എവിടെ ഒന്ന് എഴുതി വെച്ചപ്പോ ഇങ്ങനെ കണ്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ സൂറത്തിന്റെ വിഷയം പറഞ്ഞു കൊടുത്തപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിലില്ല. എന്നാ അപ്പുറത്ത് ആദ്യത്തെ ആയത്തായ നബിതങ്ങൾ ഓതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് എന്ന് സ്ഥിരപ്പെട്ട ഹദീസ് ഉണ്ട്. അതെടുക്കാൻ പറ്റില്ല. ഇതല്ലേ നമുക്ക് വേണ്ടത്, അതെടുക്കണം. മറ്റേതെടുക്കണ്ട, അതവിടെ നിന്നോട്ടെ. അഭിപ്രായങ്ങളെ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള കർമ്മങ്ങൾ അത് ആഖിറത്തിന് വേണ്ടിയുള്ളതാകൂല. അങ്ങനല്ലേ? മനസ്സിലാകണം എന്നുള്ള നിലക്കാണ് ഖുത്ബന്റെ അറബിയത്ത് മാറ്റിയത്. ഉലമാക്കളൊക്കെ പറഞ്ഞു, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, അറബി ഖുത്ബയിൽ ഷർത്താണ്. ലിഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ കത്തശഹുദി വതക്ബീറത്തുൽ ഇഹ്റാമി. അത്തഹിയ്യാത്ത് പോലെ ഫർളാക്കപ്പെട്ട ഒരു ദിക്റാണ്, അതുകൊണ്ട് അറബിയിൽ ഓതണം. അവര് പറഞ്ഞു മനസ്സിലാകൂല, അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകണം, ആ ഭാഷയിലാകണം. സ്വന്തം അഭിപ്രായങ്ങളെ കൊണ്ട് മെനഞ്ഞുണ്ടാക്കി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇത് എന്റെ വകയല്ല. ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നു, സ്വന്തം അഭിപ്രായങ്ങളെ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ പ്രവർത്തനങ്ങളെ കൊണ്ട് ആഖിറത്തിലേക്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ ഒന്നും കിട്ടില്ല. മഹാന്മാര് പഠിപ്പിച്ച അതേ രീതിയിൽ ആകണം ഇബാദത്ത് കർമ്മങ്ങളൊക്കെ. നിഷ്ഫലമായി പോകാൻ പാടില്ല. വലാ യകൂനു കദാലിക, ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാകൂല ഇല്ലാ ഇദാ കാന മിൻ ബാബിൽ ഖുറബി വത്വആത്ത്, പുണ്യകർമ്മങ്ങളിലും ആരാധനകളിലും പെട്ടതായതല്ലാതെ. മൂന്നാമത്തെ ഷർത്ത്, അതാണ് കുറച്ച് ഗൗരവമുള്ള ഷർത്ത്, വഹുവ മുഅ്മിൻ, മുഅ്മിനായ നിലക്ക് വേണം ആഖിറത്തിന് വേണ്ടിയുള്ള ഈ അധ്വാനിക്കാൻ. ഈ ഷർത്താണ് ശരിക്ക് ആദ്യം വേണ്ട ഷർത്ത്. ഈമാന് മുന്നിൽ വേണം. ഈമാനില്ലെങ്കിൽ പിന്നെ ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഫലം ലഭിക്കുകയില്ല. ഈ മൂന്ന് കാര്യങ്ങളും മേളിച്ച രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? അതേ, ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയ ആളാണെങ്കിൽ അവൻ സ്വർഗത്തിൽപ്പെട്ട ആളാണ് എന്ന് ഈ ആയത്തിൽ സൂചനയുണ്ട്. ഖുർആൻ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ആഖിറം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആള്, അയാളുടെ നിയ്യത്തും അയാളുടെ വിഹിതവും ആഗ്രഹങ്ങളുടെ താല്പര്യവും പരലോകമാണ്. ദുനിയാവിനെ ഒരു സ്ഥിരം ഭൂമിയാക്കി കാണാത്തവനാണ്.
വലാ വതനൻ ഒരു സ്വദേശമായി ദുനിയാവിനെ കണ്ടിട്ടില്ല. ബൽ ജഅലഹാ സഫീനതൻ ദുനിയാവിനെ ഒരു കപ്പലായി കണ്ടു. മൂസിലത്തൻ ലിമഖ്സൂദിഹി ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന കപ്പലായിട്ട്. മഹാന്മാര് ദുനിയാവിനെ കണ്ടതൊക്കെ അങ്ങനെയാണ്. അതേ ദുനിയാവിനൊരു കപ്പലായി കണ്ടിട്ട് ദുനിയാവിലൊരു സ്വദേശമായി കണക്കാക്കാതെ അമലുകൾ ആ കപ്പലിലുള്ള ഇന്ധനങ്ങളാക്കി അവര് ജീവിച്ചു. ആ ജീവിക്കുമ്പോ ഈ ഷർത്തുകളൊക്കെ അവർ പാലിച്ചു. ഈമാനും അമാലു സ്വാലിഹും ഇഖ്ലാസും ഇത് മൂന്നും ഒരുമിച്ച് കൂട്ടിയുള്ള പ്രവർത്തനം നടത്തി സ്വർഗക്കാരിൽ പെട്ടവരാകാൻ അവർ അധ്വാനിച്ചു. ആ അധ്വാനം കൊണ്ടാണ് ഫലം ലഭിക്കുക എന്നവർ മനസ്സിലാക്കി. അപ്പോൾ ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം പ്രവർത്തിക്കുന്ന ആള് അയാളുടെ പ്രവർത്തന ശൈലി ശരിയായ രൂപത്തിൽ ആഖിറത്തിൽ ഫലമുള്ള രൂപത്തിലാകണം. അധ്വാനം ക്ലിയർ ആകണം. ആഖിറത്തിന് വേണ്ടിയുള്ള അധ്വാനം ചെറുതാക്കാൻ പാടില്ല, അത് ചുരുങ്ങാൻ പാടില്ല. അതിനാണ് അല്ലാഹു തആല വസഅലഹാ സഅയഹാ ആഖിറത്തിന് വേണ്ടി ഒരാൾ പ്രവർത്തിച്ചു, അധ്വാനിച്ചു. സഅയഹാ ആഖിറത്തിനുള്ള അധ്വാനം അധ്വാനിച്ചു. അതെന്തുകൊണ്ടാ ലഭിക്കുക? അത് ഇഖ്ലാസ് കൊണ്ട്. അല്ലാഹു ഇഖ്ലാസ് ഏറ്റി തെരുമാറാകട്ടെ. എന്നാൽ ശേഷം അതിന് മറുപടി പറയുന്നത് നോക്ക് നിങ്ങൾ. ഫൗലായിക കാന സഅയുഹും മഷ്കൂറാ. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി ജീവിക്കുന്ന മനുഷ്യന്മാർ അവരുടെ അധ്വാനം മഷ്കൂറാ ഐ മഖ്ബൂലാ സ്വീകരിക്കപ്പെട്ടതാകുന്നു. അള്ളാഹുവിനെ അവർ ശുക്ർ ചെയ്തത് കൊണ്ട് അല്ലാഹു തആല അവരോട് ഇങ്ങോട്ട് ശുക്ർ ചെയ്യുന്ന. എങ്ങനെ അല്ലാഹു തആലാന്റെ അവർ ശുക്ർ ഇങ്ങോട്ട്? അല്ലാഹു തആല ജനങ്ങൾക്ക് ഇങ്ങോട്ട് ശുക്ർ ചെയ്യേ, അത് എങ്ങോട്ട് ശുക്ർ ചെയ്യും? അതെങ്ങനെ? അതവർ ചെയ്തു കൂട്ടിയതിന് നല്ല പ്രതിഫലം കൊടുക്കും. ചെറുതല്ല, അവര് ചിന്തിക്കാത്ത അത്രയും വലിയ ഫലം കൊടുക്കും. അതേ അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് അവരിൽ നിന്ന് വന്ന ദുഷ്കർമ്മങ്ങൾ അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യും. മഷ്കൂറൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടവരാകുന്നു. സ്വീകരിക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെ നാൾക്ക് നാൾ അവരുടെ കർമ്മങ്ങൾ ഇങ്ങനെ വർധനവ് കൊടുക്കും. അല്ലാഹു അതിന് പെരുപ്പം കൊടുക്കും. ഇമാം ഖുശൈരി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതുപോലെ ഫകമാ അന്ന സ്വദഖത യുറബ്ബിഹാ സ്വദഖനെ അല്ലാഹു തആല പരിപാലിച്ച് വളർത്തുന്നത് പോലെ ഒരു സ്വദഖ കൊടുത്താൽ ഒരു ദിർഹം, ഒരു രൂപ, അത് നാൾക്ക് നാൾ അല്ലാഹു തആല ഇങ്ങനെ വർദ്ധിപ്പിക്കും. എത്ര കാലം ഉണ്ട് ആഖിറത്തിലേക്ക് എത്താൻ അത്രയും കാലം അതിന് പെരുപ്പം കൊടുക്കും. അപ്പൊ മുൻഗാമികളുടെ സ്വദഖ വർദ്ധിക്കും പോലെ നമ്മളെ സ്വദഖ വർദ്ധിക്കോ? കാരണം അവർക്ക് ആഖിറത്തിലേക്കുള്ള അകലവും നമുക്കുള്ള അകലവും കൂട്ടി നോക്കുമ്പോ നമ്മളുടേത് ചുരുക്കാണ്, അവരുടേത് ദീർഘമാണ്. അപ്പൊ അവരിത് എത്ര വികസിക്കും? വലിയ രൂപത്തിൽ വികസിക്കും. ആകാശം മുട്ടെ നിൽക്കുന്ന രൂപത്തിലായിരിക്കും അവരുടെ ദാനധർമ്മങ്ങളുടെ വലുപ്പം. അതേ രൂപത്തിൽ അല്ലാഹു തആല കദാലിക ത്വഅത്തുൽ അബ്ദി യുകസ്സിറുഹാ വയുനമ്മിഹാ അടിമകളുടെ അനുസരണം അല്ലാഹു തആല ഇങ്ങനെ വളർത്തും, പുരോഗതിപ്പെടുത്തും, വലിയ രൂപത്തിൽ അതിനെ വികസിപ്പിക്കും. അല്ലാഹു തആല ഇങ്ങോട്ട് ശുക്ർ ചെയ്യാം. അല്ലാഹു തആല ഇങ്ങോട്ട് ശുക്ർ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ശുക്ർ ചെയ്യുമ്പോൾ പൊതുവെ മൂന്ന് കാര്യങ്ങൾ അവിടെ ഒരുമിച്ച് കൂടണം. അത് നന്ദി ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും. അതെന്താ? ഒന്ന്, ഈ ചെയ്യുന്ന കാര്യം നല്ല കാര്യമാണ് എന്നുള്ള വിശ്വാസം വേണം. നമ്മൾ അല്ലാഹു തആലക്ക് ചെയ്യുന്ന ശുക്ർ അങ്ങനെയാണ്, ചെയ്യുന്ന കാര്യം നല്ല കാര്യമാണെന്ന് വിശ്വാസം. അതാണല്ലോ ഈമാൻ. മറ്റൊന്ന്, വാക്കുകൊണ്ട് അല്ലാഹു തആലാനെ പ്രകീർത്തിക്കുക, അല്ലാഹുവിനെ ബഹുമാനിക്കുന്ന രൂപത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. എന്നാ തിരിച്ച് അല്ലാഹു തആല ഇതേ രൂപത്തിൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഇങ്ങോട്ടും ശുക്ർ ചെയ്യും. വല്ലാഹു തആല യുആമിലുൽ മുത്തീഈന ബിഹാദിഹിൽ ഉമൂരി സലാസ. ഇതേപോലത്തെ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു തആലക്ക് അങ്ങോട്ട് ചെയ്തത് സ്വീകരിക്കപ്പെടുന്ന ശുക്റാണെങ്കിൽ ഇങ്ങോട്ടും അങ്ങനെ ഉണ്ടാകും. അതെങ്ങനെ? ഇവര് നല്ലവരാണ് എന്ന് അല്ലാഹു തആല അറിയും. ഒന്നാമതായി അതാണ്, ഇവരൊക്കെ നല്ലവരാണ്.
രണ്ടാമതായി അല്ലാഹു തആല അവരെ പ്രകീർത്തിക്കും, മലക്കുകളോട് അവരെ മഹത്വം പറഞ്ഞു കൊടുക്കും. അമ്പിയാക്കളോട് സ്വാലിഹീങ്ങളോട് ഇവർ നല്ലവരാണ്, ഇവരങ്ങനെ ചെയ്തവരാണ്, ഇങ്ങനെ ചെയ്തവരാണ്, മഹത്വങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. മൂന്നാമതായി ഈ ചെയ്ത അടിമകൾക്ക് ബഹുമാനത്തിനുള്ള കേന്ദ്രങ്ങൾ, സ്ഥാനങ്ങൾ റബ്ബ് തആല ഒരുക്കി വെക്കും. ഇത് ഉൾപ്പെടുത്തിയിട്ടാണ് ഫൗലായിക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനം അത് പ്രതിഫലാർഹമായ രൂപത്തിലായിരിക്കുന്നു. സഹോദരങ്ങളെ, അതിന് ഈമാനോടെ ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. ഈമാനോടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റു മഹാന്മാരിൽ നിന്നൊരു വ്യത്യസ്ത തഫ്സീർ അവിടെ ഉദ്ധരിച്ചത് കാണും. മഹാനവറുടെ തഫ്സീർ അങ്ങനെ കുറഞ്ഞ തഫ്സീർ ഉണ്ടാകുള്ളൂ, പക്ഷേ അത് വിശദീകരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആഖിറത്തെ ഉദ്ദേശിക്കുന്ന ആളെ പറ്റി പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മൻ റളിയ ബിൽ ഹദ്ദിൽ ഖസീസി മിൻ ആജിലിദ് ദുനിയാ ബഖിയ അൻ നഫീസിൽ ആഖിറ. ഒരാൾ ഈ ദുനിയാവിലെ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് അങ്ങനെ അങ്ങോട്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു, അയാൾക്ക് അങ്ങനെ അലച്ചി ആക്രാന്തൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വഴിവിട്ടു പോകും. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അലച്ചയും ആക്രാന്തുള്ള ആൾക്കാർ അവര് വഴിവിട്ടു പോകും. എങ്ങനെ? പറ്റാത്ത മാർഗങ്ങളിലൂടെ വർദ്ധിപ്പിക്കാൻ നോക്കും. അപ്പൊ പിന്നെ അതിൽ കുടുങ്ങും, മാനം പോകും, വിഷമുണ്ടാകും, കുറഞ്ഞ കാലം, പിന്നെ വേറെ റൂട്ടിലൂടെ പോകും. അതും സംഗതി ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ജീവിതാന്ത്യം വരെ നോക്കുമ്പോഴൊക്കെ റൂട്ട് വെച്ചിട്ടുണ്ടാകും. അതേ സമയത്ത് ഈ ദുനിയാവിലെ ഐഹിക ജീവിതത്തിലെ ചെറുത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകുന്ന ആളാണെങ്കിൽ അയാൾക്ക് വലിയൊരു വിഹിതം ആഖിറത്തിൽ ബാക്കിയുണ്ടാകും, അല്ലാഹു തആല ബാക്കി വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ആഖിറം ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളം ആഖിറത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്. വഹുവ മുഅ്മിൻ, മുഅ്മിനായ നിലക്കുള്ള അധ്വാനം. അതിന് വിശ്വാസി നല്ല മഹാനവറുകൾ കൊടുത്ത തഫ്സീർ. മഹാനവറുകൾ പറഞ്ഞു, ഈമാനുള്ള മനുഷ്യന് ധൈര്യമാണ്. അത് ഈ ലോകത്തും ഒരു ധൈര്യമുണ്ട്, പരലോകത്തെ കുറിച്ച് ഒരു ധൈര്യമുണ്ട്, ഭാവിയെ കുറിച്ച് നല്ലൊരു പ്രതീക്ഷയുണ്ട്. അവന്റെ ഈമാൻ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടുള്ള പ്രതീക്ഷ. കമാ അന്നഹു മുഅ്മിനുൻ ഫിൽ ഹാൽ. ഇപ്പൊ ദുനിയാവിലുള്ള മനസ്സിനും ശരീരത്തിനൊക്കെ ഉള്ള സുരക്ഷിതത്വം പോലെ നാളെ അവിടെയും ബർസഖിയ ലോകത്തും ആഖിറത്തിലും നല്ല സുരക്ഷിതത്വം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു തആല കൊടുക്കുന്ന വലിയ സുരക്ഷിതത്വം, രക്ഷ. അപ്പൊ അതിന് അല്ലാഹു തആല ഷാക്കിരീങ്ങളിൽ മഷ്കൂരീങ്ങളിൽ നമ്മളെ പെടുത്തുന്നതിന് അവസാനം ചേർത്തി പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, വഹുവ മുഅ്മിൻ. മുഅ്മിനായ നിലക്ക് പ്രവർത്തിക്കണം. അവിടെ ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിത്തി തങ്ങൾ വളരെ ശ്രദ്ധേയമായൊരു വിഷയം മഹാനവറുകൾ പഠിപ്പിച്ചു. 3 നിബന്ധനകൾ അല്ലാഹു തആല പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ആരാധനയുടെ മേൽ നൽകുന്ന സവാബ് റബ്ബ് തആലാന്റെ ശുക്റാണ്, അല്ലാഹുവിന്റെ ശുക്റാണ്. അസ്സവാബു അല ത്വാഅ, ആരാധനയുടെ മേൽ അല്ലാഹു തആല സവാബ് നൽകും എന്ന് പറഞ്ഞിട്ട് ഈ ആഖിറത്തിനുള്ള പ്രവർത്തനം പ്രവർത്തിച്ചു എന്നതിനോടാണ് വഹുവ മുഅ്മിൻ എന്ന വിഷയത്തെ അല്ലാഹു തആല ബന്ധപ്പെടുത്തിയത്. അതുകൊണ്ട് ഈമാനോടുകൂടെ സദാസമയവും ജീവിക്കണം. ഈമാനിൽ നിന്ന് അണു അളവ് തെറ്റിപ്പോകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ തേഞ്ഞു മാഞ്ഞു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴും പിന്മാറുകയും സുരക്ഷിതരായിരിക്കുകയും സൂക്ഷിക്കുകയും വേണം. മുർത്തദ്ദായി പോകുന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോ, മുർത്തദ്ദായി പോയ ഈമാൻ പോയല്ലോ, മുർത്തദ്ദായി പോകുന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇർഷാദുൽ ഇബാദിന്റെ തുടക്കത്തിൽ ബാബുദ്ദീനത്തിൽ ഇങ്ങനെ എണ്ണിയൊരു 10-55 എണ്ണിട്ട് കുറേ എണ്ണിട്ട് അതിലൊന്ന് ഇസ്ലാമിനെ പറ്റി ഒരാൾ വന്ന് ചോദിച്ചു. ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞ, ഒരാൾ വന്നിട്ട് ഇസ്ലാമിനെ പറ്റി ഒന്ന് പറഞ്ഞു, നീ ഇപ്പൊ നിൽക്കുന്നിടത്തോടെ നിന്നോ, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുർത്തദ്ദ.
കാരണം അയാൾ ചെറുതാക്കിയത് വന്ന ആളല്ല, ഇസ്ലാമിനെ. നിരാശപ്പെട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, ദിക്റ് ചെല്ലുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നേർച്ചയാക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമായിട്ടൊരു കാര്യമില്ല, എത്ര കാലായത് മുർത്തദ്ദായി. ശ്രേഷ്ഠമായ ഒരു വിഭാഗത്തെ പരിഹസിച്ചു പറഞ്ഞു. ഈ മൂല്യന്മാരെ ആലിമ്യങ്ങളൊക്കെ ഒരേ മൂല്യം, ഒക്കെ ഇതേപോലെ. ഒരാളിൽ നിന്ന് എന്തോ ഒരു അപജയം സംഭവിച്ചതിന്റെ പേരിൽ സർവ്വ ആളുകളെയും ആ ഗണത്തിൽ പെടുത്തി പറഞ്ഞു. അതത്ര വലിയ സംഗതിയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഈ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുക, അതാണ് ഇന്ന് നമ്മൾ വർദ്ധിച്ച് കാണുന്നത്. അല്ലാഹു തആല വുജൂബാക്കിയ ഒരു കാര്യത്തെ ഒന്നും അല്ലാതാക്കിയിട്ട് കളയും. അല്ലാഹു തആല നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെ പരിഹസിച്ചുകൊണ്ട് പറയും. ആ കൂട്ടത്തില് ഇപ്പൊ അടുത്ത് ഒരാള് ഇതൊക്കെ എങ്ങനെ എഴുതിയും പറഞ്ഞും വിടല്ലേ, ഒക്കെ പരസ്യമായിട്ടല്ലേ. ഇവിടെയും പരസ്യ സാക്ഷികൾ ആയിരക്കണക്കിന് ഉണ്ടാവും, പിന്നെ നിഷേധിക്കാൻ കഴിയാത്തൊരു സാക്ഷികൾ. എന്നിലിപ്പോ ഈ ഉപകരണങ്ങളൊക്കെ വന്നത് ഒരു ഫേസ്ബുക്കിലൂടെ എഴുതാ, മറ്റൊക്കെ എഴുതി വിട്ട ഒന്നാണ്. ആഖിറത്തില് സ്വർഗത്തിലെത്തിയിട്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ഖംറ് കൊടുക്കും. അപ്പൊ ആ ഖംറിന്റെ ടേസ്റ്റ് ശരിക്കും അറിയണമെങ്കിൽ ഇവിടുത്തെ ഖംറ് എന്താന്നുള്ള ആദ്യം രുചിച്ച് നോക്കണം. നിങ്ങൾ നോക്കി എത്രമാത്രം വലിയൊരു പരിഹാസമാണ്. വിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയൊരു വിഷയത്തെ വളരെ ചെറുതാക്കി, അതും ആഖിറത്തെ പുച്ഛിച്ചുകൊണ്ട് ചെറുതാക്കി പറഞ്ഞു. ഞാനത് നീട്ടിപ്പറയുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിലധികവും പരിഹാസമാണ്, ലാഘവത്തോടെ കാണുന്ന പ്രക്രിയ. അതുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാരണം ആ ഷർത്ത് പറഞ്ഞ, നിബന്ധന പറഞ്ഞത് അവസാനാണ് പറഞ്ഞത് അല്ലാഹു തആല. അതാണ് ഇസ്മായിൽ ലക്കി തങ്ങൾ പറഞ്ഞത്. അല്ലാഹു തആല ഈ വിഷയം ബന്ധിപ്പിച്ചപ്പോ മുഖ്യമായ വിഷയം അല്ലാഹു തആല ചേർത്തി പറഞ്ഞത് ആഖിറത്തിന്റെ അധ്വാനം പറഞ്ഞെടുത്താണ്. തുടക്കത്തിലല്ല, ഒമൻ അറാദൽ ആഖിറ, അവിടല്ല, ഒമൻ അറാദൽ ആഖിറത വസആ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. മുഅ്മിനായ നിലക്ക് പ്രവർത്തിക്കണം. അല്ലാതെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ദുനിയാവിൽ അല്ലാഹു തആല ഒരുപക്ഷെ രോഗം മാറ്റിക്കൊടുക്കും. ഇപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്തു? അയാൾ നേർച്ചയാക്കി, രോഗം മാറും, മുറാദ് ഹാസിലാകും, കുടുംബം രക്ഷപ്പെട്ടു പോകും, ജോലി കിട്ടും, അതൊക്കെ ലഭിക്കും. പക്ഷേ കാന സായുഹും മഷ്കൂറ, അവരുടെ പ്രവർത്തനം, അധ്വാനം നന്ദി അർഹിക്കപ്പെടുന്നതായിരിക്കുന്നു, പ്രതിഫലാർഹമായിരിക്കുന്നു, മഖ്ബൂലായിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഈ 3 സിഫത്തുകളും ഈ 3 ഷർത്തുകളും അതിന് ബാധകമാണ്. അതില്ലാതെ നടക്കൂല. ഇത് പറഞ്ഞപ്പോ ഇമാം അല്ലാമ അഹ്മദ് സ്വാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇതുകൊണ്ടാണ് ഇമാം അബൂ ഹയ്യാൻ തങ്ങൾ തഫ്സീർ പറഞ്ഞിട്ട്, ഇതുകൊണ്ടാണ് പൂർവീകരിൽപ്പെട്ട ചില മഹാന്മാര് പറയാറുണ്ട്, മല്ലം തകുൻ മഅഹു സലാസ്, 3 കാര്യം ഒരാളുടെ കൂടെയില്ലെങ്കിൽ ലം യൻഫഉഹു അമലുഹു, അവന്റെ പ്രവർത്തനം അവന് പ്രയോജനപ്പെടുകയില്ല. 3 കാര്യങ്ങൾ എപ്പോഴും കൂടെ വേണം. ഒന്നാമതായി ഈമാനുൻ സാബിത്, അടിയുറച്ച വിശ്വാസം. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അടിയുറച്ച ഈമാൻ, പ്രകോപനത്തിനും വഴങ്ങാത്ത ഈമാൻ. നിനക്ക് വേണ്ടി എന്തും തരാം അല്ലേ? എത്ര ഉണ്ട്? ഞാൻ ഉദാഹരണം പറയുന്നില്ല. ഞാനിങ്ങനെ ഇവരെ കൂടെ കൂടി ജീവിച്ചു, ഇവരെ സംഘടനയിലൊക്കെ പ്രവർത്തിച്ചു. പക്ഷെ എനിക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു തരാന്ന് ആ വിഭാഗം ആൾക്കാർ എനിക്കൊരു 5 സെന്റ് വാങ്ങി തന്നു. ഞാൻ ആ സുന്നിസത്തിൽ നിന്ന് രാജിവെച്ചിട്ട് ഞാൻ വിദേഹത്തിലേക്ക് അങ്ങ് പോയി. ഈമാൻ സുബൂത്താകത്തോണ്ടാണ്. അടിയുറച്ച ഈമാൻ. നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹിഷ്കരിച്ച് നിർത്തിയിരുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നല്ല ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ. ആ ബഹിഷ്കരണ വേളയിൽ വസ്സാൻ രാജാവ് എഴുത്തു കൊടുത്തയച്ചു ഒരു കത്ത്.
ഗൈനാണ് കേട്ടോ, ഗസ്സാനല്ല ഗൈൻ. ഗസ്സാൻ രാജാവ് ഒരു കത്ത് കൊടുത്തയച്ചു. അന്ന് ആരും കാബിന് മാലിക് റളിയല്ലാഹുവിനോട് മിണ്ടൂല, മിണ്ടരുത് എന്ന് പാസ്സാക്കിയ കാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരും സംസാരിക്കണ്ട, സലാം പറഞ്ഞാൽ സലാം മടക്കണ്ട എന്ന് വരെ വിധി ചെയ്യപ്പെട്ട കാലം. ഒരു ബഹിഷ്കരണ നിലപാട്. ചിലർ അത്ര കർശനമായിട്ട് വേണമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചില കർശനങ്ങളൊക്കെ ഉണ്ട് ഇസ്ലാമിൽ, ഇല്ല അങ്ങനെ പറയില്ലല്ലോ. അപ്പോ ആ കാലത്ത് മഹാനവറുകൾ അങ്ങാടിയിൽ പോയ സമയത്താണ് ഒരാൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കാബ്, ആരാണ് ഈ കാബ് എന്ന് കാണിച്ചു തരുമോ? കത്തുമായിട്ട് വന്നിട്ടാണ് ചോദിക്കണം, ആരാണ് ഈ കാബ്? അപ്പൊ ആളുകൾ പറയുന്നില്ല, ആളുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്, ആളാണ് ആളാണ്. അപ്പൊ ആ കത്തിന്റെ ആൾ എന്റെ അടുത്ത് വന്ന് കത്ത് തന്നു. കാബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഏറ്റവും സങ്കടത്തോടെ നിൽക്കുന്ന സമയം. എന്താ സങ്കടം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ സലാം മടക്കാത്ത ഒരു ഘട്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ കൂട്ടുകാരായ സ്വഹാബ, എന്റെ നേതാക്കളായ സ്വഹാബ, അവര് സലാം മടക്കാത്തൊരു സന്ദർഭം. ഞാൻ എപ്പോഴും ജമാഅത്തിന് കൂടെ പോകുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഉപ്പയുടെ സഹോദരങ്ങളുടെ പുത്രന്മാർ എന്നെ കണ്ടിട്ട് മെയിൻറ്റ് ചെയ്യാത്തൊരു സന്ദർഭം. മഹാനവറുകൾ പറഞ്ഞില്ലേ, വലാഖത്ത് അലയ്യൽ അർളു ബിമാ റഹബത്. മദീന എത്ര പ്രവിശാലമാണ്, പക്ഷേ എനിക്കപ്പം മദീന സങ്കുചിതമായി തോന്നിപ്പോയി, എന്റെ മനസ്സിന് ഇടുങ്ങിപ്പോയി. ആ ഘട്ടത്തിൽ ഈ കത്തുമായിട്ട് വന്നപ്പോ കത്ത് ഞാൻ പതുക്കെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ കത്തിലുള്ളത്, നിന്റെ നേതാവ് ഏതായാലും നിന്നെ ഉപേക്ഷിച്ചല്ലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ അവിടം വിട്ട് ഇങ്ങോട്ട് വാ, വേണ്ട അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. ഇതൊരു പ്രലോഭനമാണ്, ചെറിയ പ്രലോഭനമല്ല. രാജാവാണ് കത്തെഴുതിയത്, അങ്ങോട്ട് പോയ എന്തും കൊടുക്കും. മഹാനവറുകൾ ആ കത്ത് വലിച്ച് കീറിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഹാദാ അയ്ളം മിനൽ ബലാ, ഇതും മറ്റൊരു പരീക്ഷണമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിട്ട് മറ്റൊരു രാജാവിനെ സ്വീകരിക്കുകയോ എനിക്കതിന് കഴിയില്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. സഹോദരങ്ങളെ, എന്ത് തന്നെ ലഭിച്ചാലും ഈമാനിൽ നിന്ന് ഇഞ്ചൊരിഞ്ച് പുറകോട്ട് പോകരുത്. എന്ത് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചാലും പുറകോട്ട് പോകരുത്. മനസ്സിൽ നല്ല സുബൂത്തുള്ള ഈമാന് വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ദ്വാരക്കുന്ന ദുആ പതിവാക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പലപ്പോഴും തങ്ങൾ ദ്വാരക്കാറുണ്ട്, യാ മുഖല്ലിബൽ ഖുലൂബ്, മനസ്സുകൾക്ക് പരിവർത്തനം നൽകുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ കൽബ് നീ അടിയുറപ്പിച്ച് നിർത്തി തരണം നിന്റെ ദീനിൽ, നിന്റെ വിശ്വാസത്തിൽ. എന്ത് സാഹചര്യം വന്നാലും മാറിപ്പോകാൻ പാടില്ല. ഒരുപക്ഷെ ആട്ടി ഓടിക്കപ്പെടുന്ന സാഹചര്യം വന്നാലും ഈമാന് വിട്ടിട്ടൊരു പണിക്ക് പോകരുത്. എത്ര നമ്മളെ പരീക്ഷിക്കപ്പെടുന്ന ശിക്ഷിക്കപ്പെടുന്ന ഘട്ടം വന്നാലും ഈമാന് വിട്ടു പോകരുത്. അടിയുറച്ച ഈമാന് വേണം. രണ്ടാമത്തെ കാര്യം, മനിയ്യത്തുൻ സ്വാദിഖ, സത്യസന്ധമായ സദുദ്ദേശം വേണം, കരുത്ത് വേണം. സ്വാദിഖായ നിയ്യത്ത്, സ്വാദിഖായ നിയ്യത്ത് ഏത് വിഷയത്തിലും അള്ളാഹു സ്വീകരിക്കുന്ന ഉദ്ദേശം വേണം. ഉദ്ദേശമുണ്ടോ അമലിന് എത്ര മഹത്വം കൂടുതൽ കിട്ടും. ഒരുപക്ഷെ ചെയ്തിട്ടില്ലെങ്കിലും ലഭിക്കും. അങ്ങനെ ഒന്നുണ്ട്. ഒരാൾ കരുതിയിരുന്നു, പക്ഷേ ചെയ്യാൻ അയാളെ കൊണ്ട് കഴിഞ്ഞില്ല. മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നന്മ ചെയ്യണമെന്ന് കരുതി, ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, പോകാൻ കഴിഞ്ഞില്ല. നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷേ അവന് ഹസനത്ത് കണക്കാക്കപ്പെടും. അതുകൊണ്ട് ആ ബദറിലെത്തിയ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി റിജാലൻ, മദീനയിൽ ചില മഹാന്മാരുണ്ട്, മാ സിർതും മസീറൻ വലാ വാദിയാ ഇല്ലാ കാനൂ മഅകും. നിങ്ങളൊരു മരഞ്ചെരിവ് മുറിച്ച് കടന്നിട്ടില്ല, ഒരു ദൂരവും നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല, അവര് നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. ഈ വിഷയം അവരെങ്ങാനും അറിയാണെങ്കിൽ നിങ്ങളെ മുന്നിൽ അവരെത്തും. അതുകൊണ്ട് നിങ്ങളെപ്പോലെ അവർക്കും കൂലിയിൽ പങ്കുണ്ട്. നിങ്ങൾ നോക്കും, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന് വന്നിട്ടില്ല, പക്ഷേ ബദരീങ്ങളിൽ ഉണ്ടെന്നില്ലേ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്രിക്ക് അസുഖമായതുകൊണ്ട് പോകാൻ കഴിയാത്തൊരു വിഷമം. പക്ഷെ മനസ്സിൽ എന്തുണ്ട്? പോകണം 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 എന്ന് പറയുന്ന ആ നിയ്യത്തുണ്ട്, സ്വാദിഖായ നിയ്യത്ത്.
അത് പരിഗണിച്ചുകൊണ്ട് ബദരീങ്ങളിൽ അവർക്ക് ഇടം നൽകി. അപ്പൊ സത്യസന്ധമായ നിയ്യത്ത് അതില്ലാതെ അമൽ ഫലപ്പെടൂല. രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം അടിയുറച്ച ഈമാൻ, സ്ഥാപിതായ ഈമാൻ, സ്വാദിഖായ നിയ്യത്ത്. മൂന്നാമത്തെ കാര്യം അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പരത്തി പറയാൻ നേരമില്ലാത്തതുകൊണ്ട് അമലും മുസീബ്, ശരിയായ അമൽ ചെയ്യണം. അതിന് കർമ്മങ്ങൾ പഠിക്കണം. എങ്ങനെ നിങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല, ഫോണിലൂടെ പഠിച്ചാലും കുഴപ്പമില്ല, ഒരു ഗുരുനാഥന്റെ ക്ലാസ് കേട്ടാലും കുഴപ്പമില്ല. സംശയങ്ങൾ തീർന്നു. മുസീബായ അമൽ, ശരിയായ അമൽ എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ഫിഖ്ഹിന്റെ മസ്അലക്ക് എതിരില്ലാത്ത വിധം സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന അമൽ, അങ്ങനത്തെ അമലാകും. അത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ അങ്ങനെയാകും. എന്നാലേ നടക്കും. അല്ലെങ്കിൽ നമ്മുടെ അമലുകൾ ബാത്തിലായി പോകും. പലതും അമൽ ബാത്തിലായി പോകുമ്പോ മറ്റുള്ളവർ അതേ വിഷയത്തിലേക്ക് നമ്മൾ പോയി പോകുന്നൊരു പേടിയുണ്ട്. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നൊരു വിഭാഗമുണ്ട്. ഒരുപാട് അധ്വാനം, സുഹൃതങ്ങൾ ചെയ്യും, അവരെ മനസ്സിലുണ്ടാകും ഇതൊക്കെ നമുക്ക് അവിടെ പോയാൽ കിട്ടും. ഇവിടെയും കാര്യമായിട്ടൊന്നുമില്ല, അവിടെ പോയി നോക്കുമ്പോ അവിടെയില്ല. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വയഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. മുസ്ലിങ്ങളെ പറ്റിയല്ല അത് പറഞ്ഞത്, അല്ലാത്തവരെ പറ്റിയാണ്. ഇവിടെയുള്ള അധ്വാനം വെറുതെ ആയിപ്പോയി. പക്ഷെ അവരെ മനസ്സിലുള്ള ധാരണ നല്ലത് പ്രവർത്തിക്കുന്നവരും മറ്റും ആണല്ലോ, അതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ട് കിട്ടുന്നതാണ്. നമ്മൾ ചെയ്യുന്ന അമല് ദീനിന്റെ ഫിഖ്ഹിനോട്, കർമ്മശാസ്ത്രത്തോട് ഒത്തതല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല, അമല് ഫലപ്പെടില്ല. ചെയ്യുന്ന ഏത് അമൽ, അതിന് ചെറിയ ഒരു സുന്നത്തായിക്കോട്ടെ, വിഷയമായിക്കോട്ടെ, അവിടൊക്കെ അത് പാലിക്കണം. എപ്പോഴും നിസ്കാരത്തിലും ജമാഅത്തിലും നിക്കാഹിലും വിവാഹത്തിലും സൽക്കാരത്തിലും സമ്പർക്കത്തിലും തുടങ്ങി എല്ലാ വിഷയങ്ങളിലും സ്വവാബായ അമൽ ചെയ്യണം, ശരിയായ അമൽ ചെയ്യണം. അപ്പോഴാണ് ആ അമലിൽ കാര്യം ഉണ്ടാകുന്നത്. സ്വീകരിക്കുന്നു മാത്രമല്ല, നമുക്കും കാര്യം ഉണ്ടാകും. സുജൂദിൽ നോക്ക് നിങ്ങൾ, 7 അവയവങ്ങൾ സുജൂദിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. ആ 7 അവയവങ്ങളും എങ്ങനെ വെക്കണം? നല്ല പ്രസ് ചെയ്ത് വെക്കണം. അത് ശരിക്കും പ്രസ് ചെയ്താൽ ബ്ലഡിന്റെ ഒരു അസുഖം ഉണ്ടാവില്ല. കാര്യമായിട്ട് അസുഖമല്ലേ ബാധിച്ചു വരുന്നത്. നിങ്ങൾ നോക്കി, നമ്മൾ ശരിക്കും ചിന്തിച്ചറിയാം. ഇപ്പൊ ചികിത്സിക്കുന്ന കുറെ ആൾക്കാർ ചികിത്സയിലും അങ്ങനെ ഉണ്ട്. അവരവിടെ തന്നെ കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നത്. 2 കൈയിന്റെ 2 ഭാഗം നല്ലോണം അമർത്തി കനം കൊടുത്തു. പിന്നെ കാലിന്റെ വിരല് അടങ്ങുന്ന ആ ഭാഗം അതും നല്ലോണം. അതുപോലെ തന്നെ മുട്ടിന്റെ ഭാഗം, നെറ്റിയോടൊപ്പം മൂക്കും വെക്കണം. മോക്കതായ സുന്നത്താണ് മൂക്കും അമർത്തി നല്ലോണം അമർത്തി വെച്ചു. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അവിടെ ശരിക്കും അമർത്തി വെക്കും. നമ്മൾ നിസ്കരിക്കണതന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ ശരിയാക്കാനല്ല, പക്ഷെ ഈ സുന്നത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പ്രസ് ചെയ്ത് വെക്കുന്ന സുന്നത്താണ്. അങ്ങനെ ശരിക്കും അമർത്തി വെക്കുമ്പോൾ അമൽ സ്വീകരിക്കുന്നതിനോട് കൂടെ തന്നെ മറ്റൊരു സംഗതി കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാതെ ആഫിയത്തും കിട്ടുന്നു. അതെങ്ങനെ? ശരിക്കും അതങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് പിന്നെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോ അതാ രക്തം ചാലുവായി, ബ്ലോക്കുകളൊക്കെ നീങ്ങാണ്, നല്ല സുഖം ലഭിക്കുകയാണ്. തലവേദന അനുഭവിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, തലവേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുക. തലവേദന മാറാനുള്ള വിഷയം പറയാം. നിസ്കരിക്കുക. നിസ്കാരം തലവേദന മാറാനുള്ള നിയത്തിലല്ല. നിസ്കാരം സുന്നത്ത് നിസ്കാരം. മുമ്പൊരാള് നിസ്കാരം നിസ്കരിച്ചാൽ സാമ്പത്തിക പുരോഗതി പറഞ്ഞപ്പോ എന്താ അവസ്ഥ? നിയ്യത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചു. നിയ്യത്ത് നിസ്കാരത്തിന് നിയ്യത്താണ്, സമ്പത്ത് ഉണ്ടാകാനല്ല നിസ്കരിക്കുന്നത്. പിന്നെ ആ നിസ്കാരം അതിന് വലിയൊരു സബബാണ്. നിസ്കാരത്തിന് ദുഹാന്റെ സുന്നത്തിന്റെ നിസ്കാരം നിയ്യത്ത് തന്നെ. പക്ഷെ ആ നിസ്കാരം അങ്ങനെ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങളിൽ പല നേട്ടങ്ങളിൽ ഒന്നാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ബർക്കത്ത് തേടി തരട്ടെ. ഞാൻ പറയുന്ന തലവേദന വരുന്ന ആള് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ സുജൂദിൽ ഒരു 11 വട്ടം തസ്ബീഹ് ചൊല്ലും. നിങ്ങൾ ഉസ്താദ് ഇഞ്ഞു ഇടങ്ങേറാ പറയുന്നത് അല്ല, 11 വട്ടം നെറ്റിയും മൂക്കും പ്രസ് ചെയ്തിട്ട് സുബ്ഹാന റബ്ബിയൽ അഅല ബിഹംദിഹി ശരിക്കും എഴുന്നേറ്റ് ഒരു തലവേദന. അവിടുത്തെ ബ്ലഡ് റെഡിയായി, സർക്കുലേഷൻ റെഡിയായി. നിസ്കാരത്തിനെ പോലെ ഖൈറുള്ള ഒരു സംഗതി ഇല്ലാന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ട്. നിസ്കാരത്തെ പോലെ ഖൈറായ ഒരു സംഗതിയും ഈ ദീനിലില്ല. ഏറ്റവും നല്ല സംഗതിയാണ്. അപ്പൊ ചെയ്യുന്ന അമലുകളൊക്കെ ശരിയാകണം, സ്വവാബാകണം.
അതിന് നമുക്ക് കൂലി കിട്ടണം ചെയ്യുന്ന അമലുകളോടൊക്കെ. അപ്പോഴേ അത് അമല് ഫലപ്പെടുകയുള്ളൂ. നിസ്കരിക്കുന്ന നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയതും ചെയ്യുന്ന കർമ്മങ്ങൾ പലപ്പോഴും തിരുത്തിയതും സ്വഭാവമല്ലാത്തതുകൊണ്ടല്ലേ. നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ സലാം വീട്ടി നോക്കുമ്പോൾ ഒരു ദിവസം ബാക്കിലുണ്ട് ഒരാൾ ഒറ്റക്ക് ഒരു സൊഫിൽ. അപ്പൊ തങ്ങൾ ചോദിച്ചു, എന്താ ഒറ്റക്ക് ഒരാൾ അവിടെ? എന്താണ് സലാം വീട്ടി മദീനത്തെ പള്ളിയിൽ സലാം വീട്ടി നോക്കുമ്പോൾ ഒരാൾ ഒറ്റ. അപ്പോ പറഞ്ഞു, നബിയെ ഞാന് ഇങ്ങനെ വരുമ്പോ ഇത്രയും ദൂരം നടക്കുമ്പോഴേക്ക് തങ്ങൾ റുക്കൂയിൽ പോയിട്ട് നേരെ എണീക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് തന്നെ നിയത്ത് ഇത് കൈയ്യട്ടി റുക്കൂക്കാണ് പോയി. അപ്പൊ തങ്ങൾ പറഞ്ഞു, സാദക്കല്ലാഹു ഹിർസ, അള്ളാഹു നിങ്ങൾക്ക് നല്ലതിനുള്ള താല്പര്യം അള്ളാഹു ഏറ്റിത്തരട്ടെ. നമ്മളെ താല്പര്യം കൊണ്ടാണ് ഈ ജമാഅത്ത് ഒരു റക്അത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷേ വലാ തഅഉദ്, ഇനി ഇത് ആവർത്തിക്കരുത്, ഇനി ഇത് ആവർത്തിക്കരുത്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വന്ന് സൊഫിൽ നിന്ന് ശരിയായി നിന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൂലി ആ ഒറ്റക്ക് നിസ്കരിക്കുന്നതിന് കിട്ടൂല. ജമാഅത്ത് കിട്ടും, ജമാഅത്തോ കിട്ടും, ജമാഅത്ത് കിട്ടും, ജമാഅത്ത് കിട്ടും. പക്ഷെ ഇതിന് മറ്റൊന്നാണ്. അപ്പൊ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കണം. ശരിയായ രൂപത്തിലാകണം അമല്. ചെയ്യുന്ന അമല് നല്ല കാര്യം കിട്ടുന്നതുകൊണ്ട് ചെയ്യുന്ന അമലുകളിലൊക്കെ സ്വഭാവം ശരിയായ അമല് ഏതാണോ അറിഞ്ഞ് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക. അതിനാണ് ഒരുപാട് വിഷയങ്ങളിലുള്ള സംശയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് 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 നമുക്കത് സ്വഹാബത്ത് തിരുത്തി തന്നത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓരോ കാര്യങ്ങളും ഇതിന്റെ ശരിയായ വശമുണ്ടല്ലോ, ആ വശത്തിൽ തന്നെ ചെയ്യണം. നഖം മുറിക്കുന്ന ഒരാള് എത്ര സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് എത്ര സുന്നത്ത് പാലിക്കും? അതെവിടെങ്കിലൊക്കെ പറമ്പിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഒന്ന് മുറിച്ച് അത് അവിടെ കിട്ട് അല്ല. ആദ്യം നഖങ്ങൾ കഴുകണം. കഴുകിയിട്ട് നഖം മുറിക്കാണ് നിയ്യത്തൊന്നും മറക്കരുത്, സുന്നത്താണിത്, നല്ല അമലാണ്. കഴുകണം, കഴുകൽ സുന്നത്താണ്. നഖങ്ങൾ കഴുകണം. നഖം വെട്ടാൻ വേണ്ടി പഴയ കാലത്തൊക്കെ വീട്ടിൽ വരും ഈ പ്രസവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന പെണ്ണുങ്ങൾ നഖം വെട്ടും. കഴുകിയിട്ടല്ലാതെ ഒരു നഖം വെട്ടില്ല. അവർക്കതൊക്കെ നല്ല അറിയാം, ആ സുന്നത്തുകളൊക്കെ അവർക്ക് അറിയും, ശീലമുണ്ട് അവർ. തുടക്കത്തിലും കഴുകും, ഒടുക്കത്തിലും കഴുകും. കഴുകിയിട്ട് പിന്നെ തുടങ്ങാണ്. മുസബ്ബിഹ വരല് കൊണ്ട്, ശ്രേഷ്ഠമായ വരല് തുടങ്ങാണ്. തുടങ്ങിയിട്ട് ഇങ്ങനെ ചെറുവരല് വന്ന് പിന്നെ തള്ളവരല് നഖം വെട്ടിയ ശേഷം, അതും നഖം വെട്ടാൻ നിശ്ചയിച്ച ദിവസങ്ങളിൽ മാത്രം വെട്ടും. വ്യാഴാഴ്ച, വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പാണ് നല്ലത്, അല്ലെങ്കിൽ തിങ്കളാഴ്ച. ആഴ്ചയിൽ 3 ദിവസം ഇതിന് പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇടത്തെ കൈ നഖം വെട്ടിയ ശേഷം കാലിൽ നിന്ന് നഖം വെട്ടുമ്പോ ചെറുവിരലിൽ നിന്ന് തുടങ്ങി, വലത്തെ ഭാഗത്തെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരലിൽ അവസാനിക്കും. ഈ നഖങ്ങൾ ഒറ്റയും കളയാനായിട്ടില്ല, ഒക്കെ ഒരുമിച്ച് കൂട്ടണം. അവിടെ ഇവിടെ കൊണ്ടേ കളയരുത്, ഒരുമിച്ച് കൂട്ടി വെട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ കൈയിന്റെയും കാലിന്റെയും നഖഭാഗങ്ങൾ കഴുകുക. എന്നിട്ട് ഈ നഖങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ഇതിൽ കുഴിച്ചിടുക. എന്തിന്? ഈ കർമ്മങ്ങൾക്കൊക്കെ നാളെ ആഖിറത്തിൽ നമുക്കൊരു സാക്ഷിയാണ് ആ കുഴിച്ചിട്ട നഖം. ഇതിപ്പോ നഖം വെട്ടലിലെ ഒരു ചെറിയ വിശദീകരണം ഞാൻ പറയാം. അങ്ങനെ ഓരോന്നിനും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോഴും പള്ളിയിലെത്തുമ്പോഴും വെള്ളിയാഴ്ച രാവിലെ മുതലും ഒരു നീണ്ട ചാർട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ട് അങ്ങനെ. യാത്രക്ക് വേണ്ടി പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പും ഇറങ്ങിയ ശേഷവും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഒക്കെയുണ്ട്. ഭക്ഷണത്തിലും പിന്നെ ആതിഥ്യ മര്യാദയിലും തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ശരിയായ മാർഗം ഏതാണോ പഠിപ്പിച്ചത് ആ മാർഗം തന്നെ അവലംബിച്ച് മുന്നോട്ട് നീങ്ങണം. മുത്തഖദ്ദിമീങ്ങളിൽ പൂർവീകരിൽപ്പെട്ട മഹാന്മാരും മുൻഗാമികളിൽപ്പെട്ടവര് നല്ല നിലക്ക് ആഖിറം ലക്ഷ്യം വെച്ച് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാര് ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. അപ്പോഴേ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് നമ്മെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഖിറം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തി
സവാബ് ലഭിക്കുന്ന ഈമാനുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അള്ളാഹു തആല ഖബൂലാക്കി തരട്ടെ.